ഹലോ മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ ഇതുവരെ? പിന്നെ നമ്മളിനി കാണും. ചില ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എടുക്കാൻ വരും. അധികവും +2 ക്ലാസ് എടുക്കാറ്. അതുകൊണ്ടാണ് +1 നിങ്ങളെ വല്ലാതെ കാണാത്തത്. മാത്രമല്ല, ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളുകളെ മാത്രമാണല്ലോ നിങ്ങൾ കാണുന്നത്. മറ്റേതിങ്ങനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല മുഖങ്ങളും കാണും. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു മെഗാ ടെസ്റ്റ്? ഇപ്പോൾ കഴിഞ്ഞ ഞാൻ ബയോളജിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബയോളജിയിലെ സുവോളജിയും ബോട്ടണിയും ഉള്ള ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ മെഗാ ടെസ്റ്റ് വളരെ വർഷങ്ങളായിട്ട്, ഒരു 10 വർഷത്തിലധികമായിട്ട് ഫിനിക്സ് കൊണ്ട് നടന്ന് നമ്മൾ വിജയകരമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലുള്ള കുട്ടികളുടെ എക്സാമിൻ്റെ ഒരു കാലിബർ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയും. ശരിക്കും പരീക്ഷ അങ്ങനെ ഒരു ടെസ്റ്റിംഗ് പരിപാടിയൊന്നുമല്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയുന്നത് പരീക്ഷയിലൂടെ മാത്രമൊന്നുമല്ല. ഓക്കെ, എന്നാലും എന്താ പറയുക, നമ്മൾ പഠിക്കുന്നത് സ്വയം ഒരു വിശകലനം നടത്താൻ ഈ മെഗാ ടെസ്റ്റ് വല്ലാതെ സഹായിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പം നമ്മൾ ഒരു പഠനം ഒരു ഭാഗം പഠിച്ച് തീരുമ്പോൾ ഇത് എന്താണ് മെഗാ ടെസ്റ്റ് പോലെയുള്ള പരീക്ഷകളുടെ റെലവൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഗുണം എന്താണ്? ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ശരിയാണ്, ഇപ്പോൾ നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടും, നമുക്ക് എക്സാം എഴുതി പരിശീലനം ലഭിക്കും, അതുകൊണ്ട് തന്നെ നമ്മളെ സ്കൂളിൽ നടത്തുന്ന എക്സാമുകളിൽ നമുക്ക് നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യാൻ പറ്റും, എൻട്രൻസിന് പഠിക്കാൻ പറ്റും, ഒക്കെ ശരിയാണ്, ഒക്കെ 100% ശരിയായ കാര്യങ്ങളാണ്. പക്ഷേ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യപ്പെടും, നമ്മൾ സ്വയം ഒരു പരീക്ഷയെ നേരിടാൻ പഠിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് +1 കുട്ടികൾ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പഠന രീതി, പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളുണ്ടായിരിക്കും അല്ലേ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഏത് മീഡിയത്തിൽ പഠിച്ചാലും +1 +2 എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് വേറെ ഒരു ലെവൽ എക്സാമിനേഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ കണ്ടെഴുതുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിനെങ്ങനെ വേറെ നമുക്കറിയുന്നൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ കാര്യത്തെക്കുറിച്ച് എന്താ പറയുക, ഭയങ്കര നല്ല രീതിയിൽ എഴുതി മാർക്കൊക്കെ കിട്ടുന്ന പരിപാടികൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ പശുവിനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ പശു നമുക്ക് പാല് തരും അല്ലേ, പശു നമുക്ക് ചാണകം തരും, പിന്നെ പശുവിനെ കുറിച്ച് നമ്മൾ മറക്കും. പിന്നെ പശുവിനെ നമ്മൾ തെങ്ങുമ്പോൾ കെട്ടും, അത് തേങ്ങ, പിന്നെ തേങ്ങ, പട്ട, വെളിച്ചെണ്ണ, അവിടെയൊക്കെ നമ്മൾ എഴുതും. സോ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ എഴുത്തിൻ്റെ ശൈലി, എന്താ പറയുക, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മുടെ എഴുത്ത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഹയർ സെക്കൻഡറി ലെവലിലേക്ക് വരുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈവൻ ദോ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള, അതായത് ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും, നിങ്ങൾ +1 കുട്ടികളായതുകൊണ്ട് അത്തരം ടെർമിനോളജി ഒക്കെ പഠിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ട് ഇങ്ങനെ എഴുതുന്ന, അപ്പോൾ നിങ്ങൾ എഴുതിയ മെഗാ ടെസ്റ്റ് പോലെയുള്ള പരീക്ഷ. ഒബ്ജക്റ്റീവ് പരീക്ഷ നിങ്ങൾ നീറ്റ് മോഡൽ, JEE മോഡൽ എന്നൊക്കെ പറഞ്ഞ് ഒറ്റ വാക്കുകൾക്കുള്ള നടത്തുന്ന പരീക്ഷകളില്ലേ, അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷകളെയാണ് ഒബ്ജക്റ്റീവ് പരീക്ഷ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഹയർ സെക്കൻഡറി ലെവലിലേക്ക് വരുമ്പോൾ ഒക്കെ വളരെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിനുള്ള ആൻസറാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ പരീക്ഷയെ നേരിടണം എന്നൊക്കെയുള്ള ഒരു പഠനമാണ് ഈ മെഗാ ടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഗുണം. ഞാൻ അങ്ങനെയാണ് ഇതിനെ വിലയിരുത്താറ് പലപ്പോഴും. പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പരീക്ഷ അല്ലേ, നമ്മൾ പഠിച്ചത് എപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം. അത് പല രീതിയിലാണ്. ചില പരീക്ഷയ്ക്ക് നീറ്റ് എന്ന് പേരിടും, ചിലതിന് ബോർഡ് എക്സാം എന്ന് പേരിടും. അത്രയേ ഉള്ളൂ. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് മെഗാ ടെസ്റ്റിന് നിങ്ങൾ കൊടുത്തു എന്നറിഞ്ഞതിൽ സന്തോഷം. നിങ്ങളുടെയൊക്കെ മാർക്ക് ഞങ്ങൾ കണ്ടു.
നിങ്ങളുടെയൊക്കെ എന്താ പറയുക പെർഫോമൻസ് അനലൈസ് ചെയ്യപ്പെട്ടു. മാർക്ക് കണ്ടിട്ടില്ല, പെർഫോമൻസ് ചിലതൊക്കെ കിട്ടിത്തുടങ്ങി. പിന്നെ എന്താ പറയുക, നന്നായിട്ട് എഴുതുന്നുണ്ട്. ഒരുപാട് ചില ആളുകൾ കുറച്ച് ബുദ്ധിമുട്ട് കണ്ടു, അത് നമുക്ക് മെച്ചപ്പെടുത്തണം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ അതത് ഡയറക്ടേഴ്സിനോട് മനസ്സ് തുറന്ന് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കാണുന്നത്, എങ്ങനെയാണ് നിങ്ങൾ എക്സാമിനെ കാണുന്നത് എന്നറിയാതെ ഒരിക്കലും നിങ്ങളെ വിലയിരുത്താൻ കഴിയില്ല. അതിപ്പോൾ ഓൺലൈൻ എക്സാം ആയാലും ശരി, ഓഫ്ലൈൻ എക്സാം ആയാലും ശരി, മാൽ പ്രാക്ടീസ് ഏത് രീതിയിലും നമുക്ക് നടത്താൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഒരു ക്വസ്റ്റ്യനിങ്, ഒരു പരീക്ഷയെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുക എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് കുറേ മാർക്ക് കിട്ടി വിചാരിച്ച് നിങ്ങൾക്കാണ് അതിൻ്റെ ഗുണം. മാർക്ക് കുറഞ്ഞാലും അതിൻ്റെ പ്രശ്നം നിങ്ങൾക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോബ്ലം, +1 ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്താണ് പ്രോബ്ലം എന്നറിഞ്ഞ് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡിസ്കസ്. പ്രോബ്ലം നമ്മളുമായിട്ട് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ബോട്ടണിയും സോളജിയും നമ്മൾ പരീക്ഷ എഴുതിയല്ലോ. അപ്പോൾ അതിലെ ബോട്ടണി കുറച്ച് വായിച്ച് നോക്കാം അല്ലേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെ നോക്കി കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എടുത്ത് ഒപ്പം ഇരുന്നാൽ കൊള്ളാം. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു 2 ചാപ്റ്റർ ആണ് ബോട്ടണി പരീക്ഷ ഇട്ടിട്ടുള്ളത് അല്ലേ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും പ്ലാന്റ് കിങ്ഡവും അല്ലേ. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ആ 2 ചാപ്റ്ററാണ് ഇതിൽ എനിക്ക് കണ്ടത്. അതിനല്ലേ പരീക്ഷ ഇട്ടത്. ഒന്നാമത്തെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഞാൻ വായിക്കട്ടെ, റെഡി അല്ലേ? ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ഫ്രം 1 to 9. എല്ലാം ആൻസർ ചെയ്യണമല്ലോ, കുറച്ച് കഷ്ടമായല്ലോ. ഓപ്ഷൻസ് ഒന്നും കിട്ടിയില്ലേ നിങ്ങൾക്ക്? ചിലപ്പോൾ അങ്ങനെ വരും, എല്ലാം എഴുതണം എന്നൊക്കെ പറഞ്ഞ് വരും. അധികവും ഒരു 10 ക്വസ്റ്റ്യൻ, ഒരു 15 ക്വസ്റ്റ്യനൊക്കെ തന്നിട്ട് 9 എണ്ണം എഴുതുക, 5 എണ്ണം എഴുതുക, അങ്ങനെയായിരിക്കും അധികം പരീക്ഷ കേട്ടോ. ചിലത് ഇങ്ങനെയും വരും. ഓക്കെ, സോ ഇതിപ്പോൾ എല്ലാം എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫിൽ അപ്പ് ദി സെക്കൻഡ് പാർട്ട് ബൈ ഒബ്സർവിങ് ദി റിലേഷൻഷിപ്പ് ഓഫ് ദി ഫസ്റ്റ് പാർട്ട്. ഇങ്ങനെ ഒരു പാറ്റേണിലുള്ള പരീക്ഷ ഒരുപാട് പ്രാവശ്യമായിട്ട് നമ്മളെ ബോർഡ് എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ചില കുട്ടികൾക്ക് ഇതൊരു പുതുതായിരിക്കും. ഇപ്പോൾ മൊണീറ നമുക്ക് അറിയുന്ന ഒരു ടേമാണ്. മൊണീറയുടെ നേരെ പ്രോകാരിയോട്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ മൊണീറ പ്രോകാരിയോട്ടുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ മൊണീറൻസ് ആർ പ്രോകാരിയോട്ട്. നമുക്കറിയാം വിറ്റാക്കർ ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് കിങ്ഡമാണ് കിങ്ഡം മൊണീറ അല്ലേ. എന്താ അതിൻ്റെ പ്രത്യേകത? ആ കിങ്ഡത്തിലുള്ള എല്ലാ ജീവികളും പ്രോകാരിയോട്ടാണ്. അതല്ലേ എൻ്റെ ബേസിക് പ്രത്യേകത. പിന്നെ താഴെ അതാ പ്രോട്ടിസ്റ്റ, വേറൊരു കിങ്ഡം. നേരെ എന്തെഴുതാം? അപ്പോൾ മൊണീറ എന്ന് എഴുതി നേരെ ബാക്ടീരിയ എന്നാണ് കൊടുത്ത് വിചാരിക്കുക. മൊണീറൊക്കെ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടിസ്റ്റൊക്കെ ഒരു എക്സാമ്പിൾ വല്ല അമീബയോ, എന്താ പറയുക പാരാമീസിയമോ, എന്താ പറയുക ക്രൈസോഫൈറ്റോ, ഡൈനോഫ്ലാജലേറ്റ്സോ, യൂഗ്ലിനോയിഡ്സോ, അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ എഴുതണം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്ന് വ്യക്തമാണ്. മൊണീറയുടെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത് പ്രോകാരിയോട്ട്, സെല്ലുലാർ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ പ്രോട്ടിസ്റ്റയുടെ സെല്ലുലാർ പ്രോപ്പർട്ടി പറയണം. അതേതാ പ്രോട്ടിസ്റ്റയുടെ സെല്ലുലാർ പ്രോപ്പർട്ടി? പ്രോട്ടിസ്റ്റ പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാണോ? യൂകാരിയോട്ടാണ്. ലോകത്തൊരൊറ്റ കിങ്ഡേ ഉള്ളൂ പ്രോകാരിയോട്ടായിട്ട് അല്ലേ. അതേതാ? കിങ്ഡം മൊണീറ. അറിയില്ലേ വിറ്റാക്കറിനെ? 1969 പല മഹാരഥന്മാരും പരാജയപ്പെട്ടതാണ് ജീവജാലങ്ങളെ തരംതിരിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ്. കോൾ ലിനേസ്, ഫാദർ ഓഫ് ടാക്സോണമി വരെ ഒരു കൈ നോക്കി പരാജയപ്പെട്ടത്. അവൻ കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ, ഇങ്ങനെ 2 കിങ്ഡാക്കി മാറ്റാനേ ലിനേസിന് കഴിഞ്ഞുള്ളൂ. ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ആ ഡിവിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ വിജയിച്ച് 5 കിങ്ഡം അവതരിപ്പിച്ച 5 കിങ്ഡംസ് ഓഫ് ലൈഫ് നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് RH വിറ്റാക്കർ. സോ വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ട് അല്ലേ. അതിലൊരു ക്രൈറ്റീരിയ ആയിരുന്നു സെൽ സ്ട്രക്ചർ, സെൽ ഓർഗനൈസേഷൻ, സെല്ലിൻ്റെ സ്ട്രക്ചർ. എന്താ പറയുക, സെല്ല് എന്താ പറയുക, പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാണോ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ പ്രകാരം ഒരൊറ്റ കിങ്ഡം മാത്രമാണ് പ്രോകാരിയോട്ട്. ഓൾ ദി റിമൈനിങ് കിങ്ഡം, പ്രോട്ടിമൊണീറ ആവട്ടെ, ഫംഗസ് ആവട്ടെ, അതേപോലെ പ്ലാന്റ്സ് ആവട്ടെ, അനിമൽസ് ആവട്ടെ, ഇവരൊക്കെ ആരാ? യൂകാരിയോട്ടാണ്. സോ അവിടെ ആൻസർ എന്ത് വരണം? യൂകാരിയോട്ട് എന്ന് വരണം. അത് എഴുതിയില്ലേ എല്ലാവരും? ഒരുപാട് കുട്ടികൾ അത് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. നമുക്ക് രണ്ടാമത്തെ വായിക്കല്ലേ. ബാക്ടീരിയ ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ട് ഏരിയ. വീണ്ടും ബാക്ടീരിയകളെ കുറിച്ച് അതേ ചാപ്റ്റർ തന്നെയാണ് വന്നേ. ബാക്ടീരിയ ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ടി ഏരിയ. നല്ല ഉപ്പുള്ള സ്ഥലത്ത് കാണുന്ന ബാക്ടീരിയ എന്താ പേര് വിളിച്ചേ? ഹാലോഫൈൽസ് അല്ലേ. ഒരു ആർക്കി ബാക്ടീരിയയാണ്. ആർക്കി ബാക്ടീരിയ നമുക്കറിയുന്ന കാര്യമാണ്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ അല്ലേ. ബാക്ടീരിയകളെ നമ്മൾ അങ്ങനെ തരംതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആർക്കി ബാക്ടീരിയകളിൽ ഹാലോഫൈൽസ് പഠിച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള സ്ഥലത്ത് കാണുന്ന തെർമോ അസിഡോഫൈൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ്ട്രീമോഫൈൽസ് എന്നാണ് ഇവരെയൊക്കെ വിളിക്കുക. അറിയില്ലെങ്കിൽ കേട്ടോളൂ. എക്സ്ട്രീം കണ്ടീഷനിൽ കാണുക,
ചൂടാണെങ്കിൽ പെരും ചൂട്, നമ്മളെ മാതിരി സാധാരണ ഈ സ്ഥലത്തൊന്നും അവരുണ്ടാവില്ല, നല്ല ചൂട് കിട്ടണം. അതേപോലെ തണുപ്പാണെങ്കിൽ കൊടും തണുപ്പ്. അങ്ങനെ എന്താണോ കണ്ടീഷൻ അതിൻ്റെ എക്സ്ട്രീം അവസ്ഥയിൽ കാണുന്ന ആളുകളെയാണ് നമ്മൾ എക്സ്ട്രീമോഫൈൽസ് എന്ന് വിളിക്കുക. അത് ആർക്കി ബാക്ടീരിയകളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ 2 ആർക്കി ബാക്ടീരിയകൾക്ക് എക്സാമ്പിളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രീം സോൾട്ടി ഏരിയയിൽ കാണുന്ന ആൾ ഹാലോഫൈൽസ് എന്ന് പറയുമ്പോൾ, മാർഷി ഏരിയ ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന ബാക്ടീരിയകളുണ്ട് അല്ലേ, ഓക്സിജൻ ഇല്ലാതെ മീഥേൻ ഗ്യാസ് വല്ലാതെ കാണുന്ന ആ വിഷവാതകമൊക്കെ ഉള്ള മാർഷി ലാൻഡ്, ചാണകക്കുഴി, കൗടങ്ങിൻ്റെ പിറ്റ് അല്ലേ, അവിടെയൊക്കെ കാണുന്ന ബാക്ടീരിയകളുടെ പേരെന്തായിരുന്നു? മെഥനോജൻസ് അല്ലേ. അപ്പോൾ അത് രണ്ടും എഴുതിയാൽ 1 മാർക്കാണ്, ഒന്നിന് 2 മാർക്ക് കിട്ടും. ഓക്കെ, കിട്ടിയിട്ടില്ലേ? ഒരുപാട് ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അറിയാത്തവർ പഠിക്കുക കേട്ടോ. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡയാറ്റംസ്. എഗെയിൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്നാണ്, പ്രോട്ടിസ്റ്റയിൽ നിന്നാണ് അല്ലേ. ഡയാറ്റംസ്, ഡയനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലിം മൗൾസ്, പ്രോട്ടോസോവൻസ്, ഇങ്ങനെ 5 ഡിവിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ. അപ്പോൾ ഇതിൽ ഡയാറ്റംസിനെ കുറിച്ചാണ്. എന്താ ക്വസ്റ്റ്യൻ? ഡയാറ്റംസ് ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ, ശരിയാണ്. ആർ യൂസ്ഫുൾ ടു അസ്, അതും ശരിയാണ്. ഈവൺ ആഫ്റ്റർ ദെയർ ഡെത്ത്, വളരെ ശരിയാണ്. ചീഫ് പ്രൊഡ്യൂസർ ഓഫ് ഓഷ്യൻ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. കടലിലെ മുഖ്യ ഷെഫാണ്, മുഖ്യമായിട്ടുള്ള കുക്കാണ്. കടലിൽ വലിയ ജൈജാൻറ്റിക് ആൽഗകളൊക്കെ ഉണ്ട്. കെൽപ്പ്, കപ്പലിനെയൊക്കെ മറിച്ചിടാൻ പറ്റുന്ന പര്യാപ്തമായ കെൽപ്പുകൾ കടലിലുണ്ട്. വലിയ വലിയ ജൈജാൻറ്റിക് ആൽഗകൾ, കെൽപ്പ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഹോൾഡ് ഫാസ്റ്റ് ഒക്കെ ഉള്ള കെൽപ്പ്. അതേപോലെ ഈ കപ്പലുകളൊക്കെ പോണ സമയത്ത് കെൽപ്പ് എങ്ങനെയാണ് കപ്പലിനെ മറിച്ചിടുക? ചെന്ന് മറിച്ചിടലല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പം കപ്പലൊക്കെ ഇങ്ങനെ പോണ സമയത്ത് കപ്പലിൻ്റെ ഈ പ്രൊപ്പല്ലർ ഉണ്ടല്ലോ, ഈ അടിയിൽ ഇങ്ങനെ കറങ്ങണ സാധനം, അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കെൽപ്പ് ചെന്ന് കുടുങ്ങും. അപ്പോൾ പിന്നെ കപ്പലിന് എന്ത് ചെയ്യാൻ കഴിയില്ല? മൂവ് ചെയ്യാൻ കഴിയില്ല, കപ്പൽ അവിടെ പിടിച്ച് നിൽക്കും. അങ്ങനെ കെൽപ്പൊക്കെ ഉള്ള ധാരാളം സ്ഥലങ്ങളിലൂടെയൊക്കെ. ഇപ്പോൾ നിങ്ങൾ പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഡെഡ് മാൻസ് ചെസ്റ്റ്, അതേപോലെ അറ്റ് ദി എന്താ പറയുക എൻഡ് ഓഫ് എർത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സീരീസിലൂടെ ഇറങ്ങിയ ഒരു സിനിമയാണ് പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ. ആ സിനിമയിൽ നിങ്ങൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, കരീബിയൻ ഐലൻഡിലുള്ള പൈറേറ്റ്സ്, കടൽ കൊള്ളക്കാർ. ശരിക്കും അങ്ങനെ ഒരു കാലഘട്ടം ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ആ കരീബിയൻ സീയിൽ ഒളിച്ചിരുന്ന് കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന യാത്രികരെ, അന്നൊക്കെ കപ്പലിലൂടെയാണല്ലോ യാത്ര ചെയ്യുക, വലിയ വലിയ സഞ്ചാരികൾ, വാസ്കോഡ ഗാമ, മഗല്ലൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഹിസ്റ്ററിയിൽ. അത്തരം സഞ്ചാരികളൊക്കെ കടലിലൂടെ പോണ സമയത്തെ ആ സഞ്ചാരികളെ പിടിച്ചിട്ട്, ആ സഞ്ചാരികൾ പോകുമ്പോൾ അവരെയൊക്കെ ആക്രമിച്ച് ജീവിച്ചിരുന്ന ഒരുപാട് കള്ളന്മാർ അല്ലേ, പൈറേറ്റ്സുകൾ, മോഷ്ടാക്കൾ അവിടെ ജീവിച്ചിരുന്നു. അവരുടെ ഒരു ഇതിലാണ് ഈ സിനിമയൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ജാക്ക് സ്പാരോ അല്ലേ, ചില കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്താ അവരങ്ങനെ അവിടെ ഉണ്ടാവാൻ കാരണം എന്ന് പറയാം, അവിടെ ഒരുപാട് ആൽഗകൾ, കെൽപ്പുകളൊക്കെ വളർന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കപ്പലുകളൊക്കെ വേറെയുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഈ ചില ആളുകൾ ചെറിയ ബോട്ടിലൊക്കെ ചെന്ന് ആക്രമിച്ച് വെടിയൊക്കെ വെച്ച്, വെടിയ മീൻസ് അമ്പൊക്കെ ചെയ്തിട്ട് ആ കാലഘട്ടം ഇവരെ ഇങ്ങോട്ട് തിരിച്ചുവിടും. ഇവരുടെ യാത്ര ഈ ഭാഗത്തേക്ക്, ഈ കെൽപ്പൊക്കെ വളർന്ന സ്ഥലത്തേക്ക് കപ്പലിനെ തിരിച്ചുവിടും. അതിലൂടെ കപ്പൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആ കെൽപ്പിൽ കുടുങ്ങി അവിടെ നിൽക്കും. അവർക്ക് ഈസി ആയിട്ട് അവിടെ അവരെ കൊള്ളയടിച്ച് കപ്പൽ അവിടെ മുക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ ഫോറസ്റ്റുകൾ കടലിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെ ആമസോൺ ഫോറസ്റ്റ് പോലെയൊന്നും അല്ല എന്ന് മാത്രം. അപ്പോൾ അത്രക്ക് വലിയ പ്ലാന്റ്സുകൾ, ഗ്രീൻ പ്ലാന്റ്സുകൾ, ഐ മീൻ ആൽഗകൾ, കിങ്ഡം പ്ലാന്റയിൽപ്പെട്ട, നമ്മുടെയൊക്കെ വലിയൊരു ധാരണയാണ് പ്ലാന്റ്സിൻ്റെ മൊണോപ്പൊളിയാണ് ഫോട്ടോസിന്തസിസ്, പ്ലാന്റ്സിൻ്റെ കുത്തകയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണയാണ് അല്ലേ. ആരാണ് നമുക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറയും ഗ്രീൻ പ്ലാന്റ്സ്. നമുക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണെന്ന് നമ്മൾ പറയും അല്ലേ, ഹരിത സസ്യങ്ങൾ. എന്നാൽ കടലിൽ അവരൊന്നും അല്ല, അവരുണ്ട്, ഓഫ് കോഴ്സ് അവരുണ്ട്. എന്നാൽ അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മത്സരം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് ഡയാറ്റംസ്. ആരാ ഡയാറ്റംസ്? പ്രോട്ടിസ്റ്റ, യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട്, ഏകകോശ ജീവികളാണ്. അപ്പോൾ അത്രയ്ക്ക് എഫിഷ്യൻറ്റോടുകൂടി ഡയാറ്റംസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിക്കുമ്പോൾ അവർ വളരെ ഉപകാരമാണ് നമുക്ക്. ക്വസ്റ്റ്യൻ അതല്ല, മരിച്ചതിന് ശേഷം അവർ ഉപകാരപ്രദമാണെന്നാണ് പറയണേ. എന്തുകൊണ്ടാ ഓർക്കുന്നുണ്ടോ? ഡയാറ്റോമേഷ്യസ് എർത്ത്, ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ഡയാറ്റംസ്, ഡെഡ് റിമൈനിങ്സ് ഓഫ് ഡയാറ്റംസ് പ്രസിപ്പിറ്റേറ്റഡ് ഇൻ ദി സീ ബോട്ടം. കടലിൻ്റെ അടിത്തട്ടിൽ ഈ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ റിമൈനിങ്സ്, മരിച്ചതിന് ശേഷമുള്ള റിമൈനിങ്സ് അടിയിൽ വന്ന് അടിഞ്ഞുകൂടും. അപ്പോൾ അതിലിഷ്ടം പോലെ സിലിക്ക ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഓർണമെൻ്റൽ മെറ്റീരിയൽ ഉണ്ടാവാറുണ്ട് കടലിൻ്റെ അടിയിൽ. മണ്ണും ഈ ഡയാറ്റംസിൻ്റെ വേസ്റ്റും, ഐ മീൻ വേസ്റ്റ് മീൻസ് ഡെഡ് റിമൈൻ, ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൂടി ചേർന്നിട്ട്
നല്ല മനോഹരമായ നിർമ്മിതികൾ കടലിൻ്റെ അടിയിലുണ്ടാവും, ഈ പവിഴപ്പുറ്റൊക്കെ പോലെ. സോ അത് ആ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഡയാറ്റോമേഷ്യസ് എർത്ത്. എന്തൊക്കെയാണ് ഡയാറ്റോമേഷ്യസ് എർത്തിൻ്റെ എക്കണോമിക്? എന്തൊക്കെയാണ് ഇപ്പം തന്നെ വീണിരുന്നു? ഓക്കെ, എന്തൊക്കെയാണ് ഡയാറ്റോമേഷ്യസ് എർത്തിൻ്റെ എക്കണോമിക് പ്രോപ്പർട്ടീസ്? ഒരുപാടുണ്ട് അല്ലേ. നമ്മൾ ഡയാറ്റോമേഷ്യസ് എർത്തിനെ ലെതർ പോളിഷിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ സിറപ്പ് ഫിൽട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, ഫിൽട്ടർ ചെയ്യാൻ അരിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതിൽ സിലിക്ക ഉള്ളതുകൊണ്ടേ ഭയങ്കര ഈ ടോക്സിനൊക്കെ അത് അബ്സോർബ് ചെയ്യും, ടോക്സിനൊക്കെ വലിച്ചെടുക്കും. വിഷവാതകങ്ങളോ ഈ നമുക്ക് സാധാരണ ഫിൽട്ടർ ചെയ്യുമ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റിലൊന്നും പോകാത്ത ചില വിഷപദാർത്ഥങ്ങളൊക്കെ ഈ സിറപ്പിലുണ്ടാവും. സിറപ്പ് പറഞ്ഞാൽ എന്താ? കഫ് സിറപ്പ് കേട്ടിട്ടില്ലേ? മരുന്ന് കുടിക്കുമ്പോഴുള്ള ആ ഒരു ദ്രാവകം, അതാണോ സിറപ്പ്? അതും ഒരു സിറപ്പാണ്. അതുമാത്രമല്ല, നമ്മളെ ഈ സ്ലൈസ് എന്നൊക്കെ പറഞ്ഞ ജ്യൂസുകൾ, അതിനാണ് സിറപ്പ് എന്ന് പറയുക. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഈ ഡയാറ്റോമേഷ്യസ് എർത്തിലൂടെ അതങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ സിലിക്ക എന്ത് ചെയ്യുമെന്നറിയോ? ഇതിലെ ടോക്സിക് സബ്സ്റ്റൻസുകളെ അബ്സോർബ് ചെയ്യും. ആ ടോക്സിക് സബ്സ്റ്റൻസുകൾ അത് അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ബാക്കിയുള്ള ഫിൽട്രേഷനിലൊന്നും ഇല്ലാത്തത്ര എഫിഷ്യൻറ്റോടുകൂടി അബ്സോർപ്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സാധനമാണ് ഡയാറ്റോമേഷ്യസ് എർത്ത്. അതേപോലെ അതാ പറഞ്ഞത് സിറപ്പിനെ ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കും. പഠിച്ചിട്ടുണ്ടാവും, സാറ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും, എന്തായാലും പഠിപ്പിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പറഞ്ഞതാ ഡയാറ്റോമേഷ്യസ് എർത്തിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഫിൽട്രേഷൻ ഓഫ് ദി സിറപ്പ്, പോളിഷിംഗ് ഓഫ് ലെതർ ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് ആൻ ഓർണമെൻ്റൽ മെറ്റീരിയൽ. വളരെ കൗതുക വസ്തുവാണ്, നമ്മളെ വീട്ടിലൊക്കെ ഷോക്കേസിലൊക്കെ എടുത്തുവെക്കാൻ പറ്റുന്ന സാധനമാണ്. സോ അങ്ങനെ മരിച്ചു കഴിഞ്ഞാലും ഡയാറ്റോമേഷ്യസ് എർത്തിനെ കൊണ്ട് നമുക്ക് ഈ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? നെയിം എനി 4 ഡിസീസ് കോസ്ഡ് ബൈ വൈറസ് ഇൻ ആനിമൽസ്. അയ്യോ, വൈറസ് ഇപ്പം നമ്മൾ ഈ പരിപാടിക്കൊക്കെ കാരണം ഒരു വൈറസാണല്ലേ. ഒന്നാമത്തെ അസുഖം തന്നെ എഴുതിക്കോളൂ, COVID-19 അല്ലേ. എല്ലാവരും അധികം ആളുകളും അത് എഴുതാൻ സാധ്യത ഉണ്ട്. 4 വൈറസിൻ്റെ അസുഖങ്ങൾ പറയുമ്പോൾ COVID-19 എഴുതാതിരിക്കൂല ആരും. കാരണം കൊറോണ വൈറസ് ഡിസീസ്, കൊറോണ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. കൊറോണ ഈസ് നോട്ട് എ ഡിസീസ്, കൊറോണ ഈസ് എ വൈറസ്. ഇപ്പം ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ കൊറോണ എന്നാണ് എഴുതിയത്, അസുഖത്തിൻ്റെ പേരെന്താ? COVID-19. കേട്ടിട്ടില്ലേ? നമ്മൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ COVID-19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? ആ സാധനം. സോ COVID-19 ആണ് അസുഖം. ചിലപ്പോൾ അത് എഴുതാം. ഒരു എക്സാമ്പിൾ COVID-19. രണ്ടാമത്തെ എന്താ പറയുക അസുഖം? എയ്ഡ്സ് ഒരു വൈറസ് ഡിസീസാണ്. ഹെപ്പറ്റൈറ്റിസ് അല്ലേ, ലിവറിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വളരെ കോമൺ ആയിട്ടുള്ളൊരു വൈറസ് ഡിസീസാണ്. എല്ലാവർക്കും ഒന്നുമില്ല, നമുക്ക് അറിയുന്നൊരു വൈറസ് ഡിസീസാണ്. പിന്നെ ഏതാ? കോമൺ കോൾഡ്, ജലദോഷം വൈറസ് ഡിസീസാണ്. അങ്ങനെ ഒരുപാട് വൈറൽ ഡിസീസുകളുണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു 4 എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ ഞാൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ. 9 ക്വസ്റ്റ്യനേ ഉള്ളൂ ബോട്ടണി. നെയിം ദി ഫംഗൽ ഗ്രൂപ്പ് ഇൻ വിച്ച് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ആബ്സെൻറ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത ഫംഗസ് ഏതാ? 4 ടൈപ്പ് ഫംഗസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഫൈക്കോമൈസെറ്റ്സ്, ഏസ്കോമൈസെറ്റ്സ്, ബെസിഡിയോമൈസെറ്റ്സ്, ഡ്യൂട്ടറോമൈസെറ്റ്സ് ഇല്ലേ. അതിൽ എന്താ പറയുക, ഒരാളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓനൊരു എന്താ പറയുക പ്രമുഖനായ ഫംഗസ് അല്ല, അവൻ കുറച്ചൊരു പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് ആണ്. കാരണം എന്താ? അവന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. എന്താ അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരാളെ ഇംപെർഫെക്റ്റ് ഫംഗസ് എന്ന് വിളിക്കാൻ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പോൾ വേറെയും ഒരുപാട് പ്രോപ്പർട്ടി ഇല്ലാത്ത ഫംഗസുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഈസ്റ്റ് ഒരു യൂണിസെല്ലുലാർ ഫംഗസാണ്, ബാക്കിയുള്ള ഫംഗസുകളൊക്കെ മൾട്ടി സെല്ലുലാറാണ്. യൂണിസെല്ലുലാർ ഫംഗസുകൾ നമ്മൾ ഈസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ അതെന്താ ഈസ്റ്റിനെ നമ്മൾ പെർഫെക്റ്റ് ഫംഗസിൽ പെടുത്തിയിട്ട് ഇംപെർഫെക്റ്റ് ഫംഗസിൽ പെടുത്താതിരുന്നേ? ഈ റീപ്രൊഡക്ഷൻ്റെ കാര്യം മാത്രം ഒരു മെയിനാക്കി വെച്ചിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാത്തതുകൊണ്ട് ഡ്യൂട്ടറോമൈസെറ്റ്സ് ഇംപെർഫെക്റ്റ്. ബാക്കി ആസ്കോമൈസെറ്റ്സ് ആയാലും ബെസിഡിയോമൈസെറ്റ്സ് ആയാലും ഇനി ആദ്യത്തെ ഫൈക്കോമൈസെറ്റ്സ് ആയാലും ഇവരൊക്കെ പെർഫെക്റ്റ് ഫംഗസ് എന്ന് പറയാൻ കാരണം എന്താ? വൈ റീപ്രൊഡക്ഷൻ, സ്പെസിഫിക്കലി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ ക്രൈറ്റീരിയ ഫോർ ഡിവൈഡിങ് എ ഫംഗസ് ഇൻ ടു പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ്. ഫംഗസുകളെ പെർഫെക്റ്റ് ആയിട്ടും ഇംപെർഫെക്റ്റ് ആയിട്ടും തരംതിരിക്കാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കാനുണ്ടായ കാരണം എന്താ? അത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എവല്യൂഷൻ പഠിക്കുമ്പോൾ ലോകത്താദ്യമായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫംഗസുകളാണ്. ഫംഗസുകൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രോട്ടിസ്റ്റക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. അതിനു മുമ്പുണ്ടായിരുന്ന ബാക്ടീരിയകൾക്ക്, മൊണീറൻസിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല.
സോ ഫംഗസുകളാണ് ആദ്യമായിട്ട് 2 പാരൻസ് ഇൻവോൾവ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈ പ്രപഞ്ചത്തിന് സമ്മാനിക്കുന്നത്. അച്ഛൻ അമ്മ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസുകളാ. ഇനി ഫംഗസിനോട് ചെന്നൊരു കൂണുണ്ടാകുമ്പോൾ എഴുതിയിട്ടുമ്പോൾ കൂണ്ട് നിന്നിട്ട് നിന്റെ അച്ഛൻ ആരാ നിന്റെ അമ്മ ആരാ ചോദിച്ചാൽ ആ ഉത്തരം കിട്ടണമെന്നൊന്നുമില്ല. ഐ മീൻ 2 പാരൻസ്, 2 ആളുകൾ ചേർന്നിട്ട് ഒരു കുഞ്ഞുണ്ടാകുന്നത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നത്, നമ്മളെ മുമ്പിൽ ഈ പ്രകൃതിയിൽ അത് അവതരിപ്പിച്ചതിലെ വലിയൊരു കണ്ടുപിടുത്ത പ്രകൃതി നടത്തിയ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ല. നമ്മളൊക്കെ വ്യത്യസ്തരാ. നമ്മളൊക്കെ പാരൻസിൽ നിന്ന് എത്രയോ വ്യത്യസ്തരാ. ഇപ്പം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും 2 കുട്ടികളുണ്ട്. ഞങ്ങൾ 2 കുട്ടികളും വ്യത്യസ്തരാണ്. എൻ്റെ ഉപ്പാൻ്റെ ആദ്യത്തെ കുട്ടി എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, എനിക്കൊരു എൽഡർ സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്ററിനെ പോലെയല്ല ഞങ്ങൾ 2 പേരും വ്യത്യസ്തരാ. നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ ഒരേ അച്ഛനും ഒരേ അമ്മയ്ക്കും ഉണ്ടായ കുട്ടികളൊക്കെ വ്യത്യസ്തരാ. എല്ലാവരും ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണോ? നിങ്ങളെ ഏട്ടന്മാരും നിങ്ങളെ അനിയന്മാരും ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെയാണോ? അല്ല. അതിനെന്താ കാരണം? സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തത, പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു വൈവിധ്യത, പൂച്ച എന്ന് പറയുമ്പോൾ എത്ര പൂച്ചകളാ അല്ലേ? നാടൻ പൂച്ച, കാടൻ പൂച്ച, ഉറിഞ്ഞിപ്പൂച്ച, കരിമ്പൂച്ച അല്ലേ? പശു എന്ന് പറയുമ്പോൾ പുള്ളിപ്പശു, കറുത്ത പശു, ചാരപ്പശു അല്ലേ? ഒരുപാട് പശുക്കൾ, പെരിച്ചായി, എലി അല്ലേ? പല പല എലികളുണ്ട്. സോ ഇതിനൊക്കെ കാരണം സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഈ വൈവിധ്യതയ്ക്ക് കാരണക്കാരനായിട്ടുള്ള, ഈ ഡൈവേഴ്സിറ്റിക്ക് കാരണക്കാരനായിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫംഗസുകളാണ്. അപ്പോൾ ആ ഫംഗസുകളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്ത്? കപ്പാസിറ്റി ടു റീപ്രൊഡ്യൂസ് സെക്ഷലി. അതാണ് ആര് നഷ്ടപ്പെടുത്തി കളഞ്ഞ്? ഡ്യൂട്രോമൈസറ്റ്സ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ്. അതുകൊണ്ട് ചവിട്ടി പുറത്താക്കാൻ പറ്റൂല, കാരണം ഫംഗസ് തന്നെയാണ്. അതുകൊണ്ടൊരു പേരങ്ങ് കൊടുത്തു, ഇംപെർഫെക്റ്റ് ഫംഗസ്. അപ്പോൾ ഇംപെർഫെക്റ്റ് ഫംഗസ് ആരാ? ഡ്യൂട്രോമൈസറ്റ്സ്. എന്തുകൊണ്ട്? ആബ്സെൻസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കല്ലേ നമുക്ക്. വീണ്ടും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. 5 ക്വസ്റ്റ്യൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വന്നു അല്ലേ? എന്താ? ദ സ്റ്റേറ്റ്മെന്റ് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം വാസ് ഗിവൺ ബൈ. വളരെ വെൽ നോൺ സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടാജിയം ഇൻഫെക്ഷ്യസ്, വൈവം ലിവിങ് ജീവനുള്ള, ഫ്ലൂയിഡ് ഒക്കെ ലാറ്റിൻ വേർഡുകളാണ്. ഓക്കെ, പഴയകാല ബയോളജി ഒക്കെ അങ്ങനെയാണ്. വാസ് ഗിവൺ ബൈ, അതായത് സയൻറ്റിസ്റ്റ് അങ്ങനെ പറഞ്ഞ ബീജർനിക് അല്ലേ? ബീജർനിക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ദ കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് വൈറസുകളെ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വൈറസുകളെ കണ്ടുപിടിച്ചതല്ല, വൈറസുകളെ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ. അതെന്താ അറിയോ? പലപ്പോഴും ഈ പല ജീവികളുടെയും കണ്ടുപിടിക്കുന്ന കാലത്ത് ഇത് ഇതാണെന്നൊന്നും അറിയില്ല. പലരും നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. വൈൽഡ് അനിമൽ ക്യൂൾ എന്നാണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചപ്പോൾ ലുവാൻ ഹൂക്ക്, ആ പേര് ഫെമിലിയർ ആയിരിക്കും. ലുവാൻ ഹൂക്ക് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ബാക്ടീരിയകൾക്ക് ആദ്യം ഇട്ട പേര് വൈൽഡ് അനിമൽ ക്യൂൾ എന്നാണ്. വൈൽഡ് എന്ന് പറഞ്ഞാൽ വന്യമായ, ഒരു ക്ലിയർ അല്ലാത്ത, ഒരു പ്രാകൃതമായ. അനിമൽ എന്ന് പറഞ്ഞാൽ അനിമൽ, ക്യൂൾ എന്ന് പറഞ്ഞാൽ സെൽ. ഒരു അനിമൽ സെല്ലായിട്ടാണ്, പ്രാകൃതമായ ഒരു അനിമൽ സെല്ലായിട്ടാണ് ലുവാൻ ഹൂക്കിന് ബാക്ടീരിയകളെ കണ്ടത്. പിന്നീട് അതിൻ്റെ മുകളിൽ ഒരുപാട് സ്റ്റഡി നടത്തിയപ്പോഴാണ് ഇത് അനിമലൊന്നുമല്ല, ഇത് വേറൊരു വിഭാഗത്തിൽ പെടുത്താൻ പറ്റിയ സാധനമാണ്, പ്രോകാരിയോട്ടാണെന്നൊക്കെ മനസ്സിലായിട്ടാണ് പിന്നീട് ബാക്ടീരിയ എന്നുള്ള ടേമൊക്കെ സയൻറ്റിസ്റ്റുകൾ കൊടുക്കുന്നതും ബാക്ടീരിയ ഒക്കെ കണ്ടുപിടിക്കപ്പെടുന്നതും. അപ്പോൾ അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ വൈറസ് എന്നുള്ള പേര് നമുക്കറിയാം, ലൂയിസ് പാസ്റ്റർ കൊടുത്തതാ. വെനം അല്ലേ? വിഷം എന്ന അർത്ഥം വരുന്ന വെനം എന്ന് പറഞ്ഞ വാക്കിന് എന്താ പറയുക, വൈറസ് എന്നുള്ള പേര് വന്നത് ലൂയിസ് പാസ്റ്ററിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ പാസ്റ്റർ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിനെ വൈറസ് എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷെ അതിനു മുമ്പ് ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മുടെ സയൻസ് അറിഞ്ഞിരുന്നത് ബീജർനിക്കിൻ്റെ കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറഞ്ഞ ടേമിലാണ്. വൈറസ് തന്നെയാണ് കേട്ടോ, അതിൻ്റെ ആദ്യ പേരാണ്. ഓക്കെ, ശരി, അത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. യെസ് പ്രോട്ടോണിമ, പ്രോതാലം, പ്ലാൻ കിങ്ഡത്തിലേക്ക് കടന്നു. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രോട്ടോണിമ ആൻഡ് പ്രോതാലസ്. പ്രോട്ടോണിമയും പ്രോതാലസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്താണ് വ്യത്യാസം? രണ്ടും നമ്മൾ എന്താ പറയുക, ബ്രയോഫൈറ്റിൻ്റെയും ടെറിഡോഫൈറ്റിൻ്റെയും ലൈഫ് സൈക്കിൾ പഠിച്ച സമയത്ത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്ന സമയത്ത് 2 പേർക്കും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഗെമറ്റോഫൈറ്റിക് ഫേസ് ഉണ്ട്. ഗെമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി. ഗമീറ്റ് ഇങ്ങനെ ഓർത്താൽ മതി. ഗമീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബീജകോശങ്ങളല്ലേ? ബീജകോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേം, ഓവം, ഇതൊക്കെയാണ് ഗമീറ്റ്സ്. ഒരിക്കലും സ്പേമും ഓവവും ഒന്നും ഡിപ്ലോയിഡ് ആവില്ല. ഡിപ്ലോയിഡും ഹാപ്ലോയിഡും അറിയില്ല എല്ലാവർക്കും. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? പെയേർഡ് ക്രോമസോം. ഇപ്പോൾ 1ാമത്തെ ക്രോമസോം 2 എണ്ണം ഉണ്ട്, 2ാമത്തെ ക്രോമസോം 2 എണ്ണം ഉണ്ട്,
മൂന്നാമത്തെ ക്രോമസോം 2 ഉണ്ട്. അങ്ങനെ എത്ര ക്രോമസോം ഉണ്ടോ അതൊക്കെ 2 വീതമുള്ള ആളുകളെയാണ് നമ്മൾ ഡിപ്ലോയിഡ് എന്ന് വിളിക്കുക. നമ്മളൊക്കെ ഡിപ്ലോയിഡാ. കാരണം നമുക്ക് ആകെ 23 ടൈപ്പ് ക്രോമസോമേ ഉള്ളൂ. ഈ 23 ടൈപ്പ് ക്രോമസോമിന് 2 വീതമുണ്ട്. അപ്പോൾ നമ്മൾ ഡിപ്ലോയിഡാ. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 46 ക്രോമസോം ഉണ്ടായത്. മനസ്സിലാവുണ്ടല്ലോ. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നാമത്തെ ക്രോമസോം 1 ഉണ്ടാവാൻ പാടുള്ളൂ, രണ്ടാമത്തെ ക്രോമസോം 1 ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ 10 ക്രോമസോം ഉണ്ടെങ്കിൽ 10 എത്ര ഉണ്ടാവാൻ പാടുള്ളൂ? 1 ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ ഹാപ്ലോയിഡ് സെൽ, ഹാപ്ലോയിഡ് ഓർഗാനിസം എന്നൊക്കെ വിളിക്കുക. അപ്പോൾ ഗമീഡ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സ്പേമിൽ 46 ക്രോമസോം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഓവത്തിൽ 46 ക്രോമസോം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ 46 ക്രോമസോമുള്ള സ്പേമും 46 ക്രോമസോമുള്ള ഓവവും രണ്ടും കൂടി അങ്ങ് ഫ്യൂസ് ചെയ്തിട്ടേ വല്ല 92 ക്രോമസോമുള്ള വേറെ വല്ല ജീവി ഉണ്ടാവും. ജീവിയൊന്നും ഉണ്ടാവില്ല. ഒരുപാട് അബ്നോർമൽ ക്യാരക്ടേഴ്സ് വരും. അപ്പോൾ ആ സൈക്കോട്ടൊന്നും ഡെവലപ്പ് ചെയ്യൂല. കാരണം 46 ക്രോമസോം അല്ലേ മനുഷ്യൻ ഉണ്ടാവണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പേമിൽ, ഹ്യൂമൻ സ്പേമിൽ, ഗമീറ്റിൽ എന്താ സ്പേം എന്ന് പറഞ്ഞാൽ, ഗമീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ അച്ഛൻ കരുതി വെച്ച അച്ഛൻ്റെ ഓരോ ക്രോമസോമുകളുടെയും ഓരോ കോപ്പി വീതമുള്ള അച്ഛൻ്റെ എല്ലാ സെല്ലുകളും ഇങ്ങോട്ട് എടുത്ത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു സെല്ല്, അച്ഛൻ നമുക്ക് വേണ്ടി കരുതി വെച്ച ആ ഒരു സെല്ലിനെയാണ് നമ്മൾ ഗമീറ്റ് എന്ന് വിളിക്കുക, മെയിൽ ഗമീറ്റ് എന്ന് വിളിക്കുക. അതിലുണ്ട് അച്ഛൻ നമുക്ക് തന്ന എല്ലാ ജീനുകളും. അച്ഛൻ്റെ 23 ക്രോമസോമുകളുടെ 46 ക്രോമസോമുകളുടെ ഓരോ കോപ്പി അഥവാ 23 വീതം വെച്ച് അച്ഛൻ്റെ എല്ലാ ജീനും നമുക്ക് തന്നിട്ടുണ്ട്. ആ സെല്ലിൻ്റെ പേരാണ് മെയിൽ ഗമീറ്റ്. അതേപോലെ അമ്മ നമുക്ക് കരുതി വെച്ച അമ്മയുടെ എല്ലാ ജീനുകളും, അമ്മയുടെ 46 ക്രോമസോമിലെ ഓരോ സെറ്റിലെയും ഓരോന്ന് വീതം 23 ക്രോമസോമുകൾ അമ്മ നമുക്ക് ഒരു കോട്ടവും തട്ടാതെ കരുതി വെച്ച ആ ഒരു സെൽ, അതാണ് ഫീമെയിൽ ഗമീറ്റ്. അപ്പോൾ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ സെല്ല് ഉണ്ടാവുക, സൈഗോട്ട് ഉണ്ടാവുക. അപ്പോൾ അച്ഛൻ്റെ 1ാമത്തെ ക്രോമസോമിലേക്ക് അമ്മയുടെ 1ാമത്തെ ക്രോമസോം വന്ന് പെയർ ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മുടെ 1ാമത്തെ ക്രോമസോം 2. അതൊന്നായിരുതാ അച്ഛൻ്റെതാ, ഒന്നായിരുതാ അമ്മയുടേതാ. 2ാമത്തെ സെറ്റിലേക്ക് നോക്കുമ്പോൾ അച്ഛൻ്റെ 1ാമത്തെ ക്രോമസോമിലേക്ക് അമ്മയുടെ 1ാമത്തെ സെറ്റ് ക്രോമസോം വരും. അപ്പോൾ അത് നമ്മുടെ 2ാമത്തെ സെറ്റ്. അതൊന്നാരതാ അച്ഛൻ്റെതാ, ഒന്നാരതാ അമ്മയുടേതാ. ഇനി നമ്മൾ ചിന്തിക്കുക, അച്ഛൻ്റെ ഒന്നാരതാ, ഒന്ന് അച്ഛൻ്റെതാണ്, ഒന്ന് അച്ഛൻ്റെ അമ്മൻ്റെതാ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മുത്തച്ഛൻ്റെ ഒക്കെ ക്രോമസോം നമ്മളെ ശരീരത്തിലുണ്ട്. നമ്മളെ വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെ ഒക്കെ ക്രോമസോമുകൾ നമ്മളെ ശരീരത്തിലുണ്ട്. എത്രത്തോളം നമ്മൾ അവരോട് ബയോളജിക്കലി കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് വേറെ ഒന്നും ചിന്തിക്കേണ്ട മക്കളെ, ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതൊന്നും അവരോട് പറയണ്ട കേട്ടോ. കാരണം അവരിങ്ങനെ പറയാം, ഇൻ്റെ ക്രോമസോം ഇവിടെ വെച്ചിട്ട് എന്നോട് ഡയലോഗ് അടിച്ചാൽ മതി പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതൊന്നും പോലെ അറിയിക്കണ്ട, നിങ്ങൾ രഹസ്യമാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഗമറ്റോഫൈറ്റ്. അപ്പോൾ ഗമീഡ്സ് ആർ ഹാപ്ലോയിഡ്. ഗമീഡ്സ് ഡിപ്ലോയിഡ് ആവില്ല, സിംഗിൾ കോപ്പി ഉണ്ടാവുള്ളൂ, ഹാപ്ലോയിഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഗമീറ്റിനെ പോലെയുള്ള ശരീരത്തെ വിളിക്കുന്ന പേരാണ് ഗമറ്റോഫൈറ്റ്. ഈ ഫൈറ്റ് എന്നൊക്കെ നിങ്ങൾ പ്ലാൻ കിങ്ഡത്തിൽ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് അല്ലേ? ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ബോഡിക്ക് പറയുന്ന പേരാണ്, സസ്യ ശരീരത്തിന് വിളിക്കുക. അപ്പോൾ ഇത് ഫൈറ്റ് അല്ല, കാരണം ഇത് അനിമൽ ബോഡിയാണ്. മനസ്സിലാവണ്ടല്ലോ? പ്ലാൻ ബോഡിക്ക് വിളിക്കുന്ന പേരാണ് ഫൈറ്റ്. അപ്പോൾ ഗമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്ലോയിഡ് പ്ലാൻ ബോഡി, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സസ്യ ശരീരത്തെ വിളിക്കുന്ന പേരാണ് ഗമറ്റോഫൈറ്റ്. ആ ടേം മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇതാ ചോദിക്കുന്നു, പ്രോട്ടോണിമിയും പ്രോതാലസും പറഞ്ഞു വരുന്നത് നമ്മുടെ ബ്രയോഫൈറ്റിലായാലും ടെറിഡോഫൈറ്റിലായാലും അവരുടെ ലൈഫ് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് അവരുടെ സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് വിട്ടിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗമറ്റോഫൈറ്റുകൾ അവർക്കുണ്ട്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാൻ ബോഡി അവരുടെ ലൈഫ് സൈക്കിളിൽ ഉണ്ടാവാറുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മളെ ലൈഫ് സൈക്കിളിൽ എങ്ങനെയാണ്? നമ്മളൊരു സ്പേം, അമ്മയുടെ രോമം, ഇത് രണ്ടും ഫ്യൂസ് ചെയ്തിട്ട് അമ്മയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ടാവും, സൈഗോട്ട് ഉണ്ടാവും. നമ്മളെ ലൈഫ് സൈക്കിൾ അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ ഇവരുടെ അങ്ങനെയല്ല. ഇവരുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് വേറിട്ടിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഗമറ്റോഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഗമറ്റോഫൈറ്റുകളുടെ പേരാണ് പ്രോട്ടോണിമയും പ്രോതാലസും. അത് ജിംനോസ്പേമിൽ എന്താ പറയുക, ബ്രയോഫൈറ്റിലാണെങ്കിൽ അതിൻ്റെ പേര് പ്രോട്ടോണിമയാണ്. ടെറിഡോഫൈറ്റിലെ ഇൻഡിപെൻഡൻറ്റ് പ്ലാൻ ബോഡി ഗമറ്റോഫൈറ്റിൻ്റെ പേരാണ് പ്രോതാലസ്. പിന്നെന്താണ് നമ്മളുടെ വ്യത്യാസം? അവരുടെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ ഫിലമെൻ്റസ് സ്ട്രക്ചറാണ്, മൾട്ടി സെല്ലുലാർ ഫിലമെൻ്റസ് സ്ട്രക്ചറാണ്. പ്രോതാലസോ ഹാർട്ട് ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്, മൾട്ടി സെല്ലുലാർ ഹാർട്ട് ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്. ഹാപ്ലോയിഡാണ്, ഫോട്ടോസിന്തറ്റിക്കാ, ഇൻഡിപെൻഡൻ്റ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഫുഡ് വേണം, അപ്പോൾ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം, ഫോട്ടോസിന്തറ്റിക്കാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോണിമ എന്താണ്, പ്രോതാലസ് എന്താ, അതൊക്കെ വിശദമായിട്ട് സാറ് പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് എഴുതിയിട്ടുണ്ടാവും അല്ലേ? പ്രോട്ടോണിമ എന്താണ്, പ്രോതാലസ് എന്താണ്. ഓക്കെ അല്ലേ? ഡൺ. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിരിക്കുന്നു. 7. Why fertilization in angiosperm is called double fertilization?
ആൻജിയോസ്പേമുകളുടെ ഫെർട്ടിലൈസേഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാൻ എന്താണ് കാരണം? എന്താ കാരണം? ആൻജിയോസ്പേമുകളുടെ ഫെർട്ടിലൈസേഷൻ ഇങ്ങനെ ആലോചിച്ചേ. ആ എന്താ പറയുക, സ്റ്റിഗ്മയിലേക്ക് അല്ലേ, പോളിനേഷൻ, മലയാളം മീഡിയത്തിൽ പഠിച്ചവർ പഠിച്ചിട്ടുണ്ടാവും. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തേക്ക് പതിക്കുന്നതിനെ പരാഗണം എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ ഇപ്പോൾ എന്താ ഈ പറയണ സാറ് വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമില്ല. ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഫ്രം എന്താ പറയുക, ഫ്രം സ്റ്റേമൻ ടു പിസ്റ്റിൽ. അതാണ് ഇപ്പോൾ ഈ മലയാളത്തിൽ പറഞ്ഞത്. അതിൻ്റെയൊക്കെ മലയാളം വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേമനിൽ നിന്ന് വരുന്ന ആ ഒരു പൊള്ളൻ ഗ്രെയിൻ, ആ ഒരു മെയിൽ ഗമീറ്റ്, ഇപ്പോൾ നമ്മളെ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ പോലെ പ്ലാന്റ്സിനും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ മെയിൽ ഗമീറ്റ് ഇങ്ങനെ വന്നിട്ട് പൊള്ളൻ ഗ്രെയിൻ ഇങ്ങനെ വന്നിട്ട് 2 ന്യൂക്ലിയസ് ഉള്ള പൊള്ളൻ ഗ്രെയിൻ ഓർമ്മല്ലേ, അതിങ്ങനെ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും അല്ലേ ജെർമിനേറ്റീവ് ന്യൂക്ലിയസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതിങ്ങനെ വന്ന് എവിടെ നിൽക്കും? ആ സ്റ്റിഗ്മയിൽ വന്ന് ആ ലാൻഡ് ചെയ്യും. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന മാതിരി ലാൻഡ് ചെയ്യും. അത് ലാൻഡ് ചെയ്തതിന് ശേഷം പൊള്ളൻ ട്യൂബ് ഇങ്ങനെ നീളാൻ തുടങ്ങും അല്ലേ. അതിൻ്റെ ട്യൂബ് ഇങ്ങനെ നീണ്ട് 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 ഇങ്ങനെ വരും. അപ്പോഴേക്കും ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. വീണ്ടും ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് മൈക്രോപൈലാർ റീജിയൻ വഴി ഉള്ളിലേക്ക് അങ്ങ് കയറും. എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് കയറും. പഠിച്ചത് ഓർക്കുന്നില്ലേ? അങ്ങനെ ഉള്ളിലേക്ക് അങ്ങ് കയറി സിനർജിഡുകൾ വാതിലോർന്നോർക്കും തീ കൂടെ കയറിക്കോളി അറിയും. അങ്ങനെ സിനർജിഡിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഒരു ന്യൂക്ലിയസ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഒരു ന്യൂക്ലിയസ് ഫീമെയിൽ ഗമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അതിൻ്റെ പേരെന്താ? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഫെർട്ടിലൈസേഷൻ സിംഗമി എന്ന് വിളിക്കും. അവിടെയും നിങ്ങൾക്ക് ഓർക്കാനൊരു കാര്യമുണ്ട്. ഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷനാണ്, സിംഗമി എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഫ്യൂഷൻ. ഓക്കെ, അവിടെ സിംഗമി നടക്കും. ഓക്കെ, ഐസോഗമി എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ആളുകളുടെ ഫ്യൂഷൻ, അനൈസോഗമി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഫ്യൂഷൻ അല്ലേ. കാരിയോഗമി എന്ന് പറഞ്ഞാൽ എന്താ? കാരിയോ നമുക്ക് എല്ലാവർക്കും പറയാം, ന്യൂക്ലിയസ്. ഗമി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂഷൻ. ലാറ്റിൻ ഭാഷ വളരെ എളുപ്പമാണ്. ഓക്കെ, സോ ഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ. അങ്ങനെ പഠിച്ചു വെക്കണം. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ബയോളജി പഠിക്കുന്ന സമയത്ത് ഗമി എന്ന് കേട്ടാൽ നമുക്കത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റണം. ഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷനാണ്. ഇപ്പോൾ പൊറാട്ട ഗമി പറഞ്ഞാൽ എന്താ? പൊറാട്ട ഫ്യൂസ് ചെയ്യാം ലാറ്റിൻ ഭാഷയിൽ. ഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഒന്നാമത്തെ മിക്സ് പിന്നെ എന്താ പറയുക, ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിംഗമിയ. ഒരു സെല്ല് കൂടി ബാക്കിയുണ്ട് അല്ലേ, ഒരു ന്യൂക്ലിയസ് കൂടി ബാക്കിയുണ്ട്. അതാരുമായിട്ട് ഫ്യൂസ് ചെയ്യും? അവിടെയുള്ള എൻഡോസ്പേം ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും അല്ലേ. അങ്ങനെ പ്രൈമറി എന്താ പറയുക, പ്രൈമറി എൻഡോസ്പേം പോളാർ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് PEN എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ അവിടെ 2 ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ന്യൂക്ലിയസ്, രണ്ടും കൂടി 3 ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരെന്താ? ട്രിപ്പിൾ ഫ്യൂഷൻ. ഇതൊക്കെ സാറ് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അതായത് ബ്രാഞ്ചിൽ കാണുന്നവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡയറക്ടേഴ്സിന് അയച്ചു കൊടുക്കുക ഡൗട്ടുകൾ, അവരത് ക്ലാരിഫൈ ചെയ്യും. ടീച്ചേഴ്സിന് തരും. നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ എടുത്ത ടീച്ചേഴ്സിന് അത് പോകും. ടീച്ചേഴ്സ് അത് നോക്കിയിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് തിരിച്ചയക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസ്, അപ്പോൾ 2 ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ടാണ്, ഈ സിംഗമിയും ഈ ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നത് കൊണ്ടാണ് ആൻജിയോസ്പേമുകളുടെ ഫെർട്ടിലൈസേഷൻ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം അല്ലേ. വീണ്ടും പ്ലാന്റ് കിങ്ഡം വന്നു. ക്ലാസിഫൈ ദി ഫോളോയിങ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദെയർ പ്ലോയിഡി ലൈഫ് സൈക്കിൾ. ഞാനിത് എന്താ വരാത്തതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ചാപ്റ്ററിൽ ചോദിക്കുമ്പോൾ അതൊന്ന് ലൈഫ് സൈക്കിളായിരിക്കും. ഹാപ്ലോയിഡ് ലൈഫ്, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളും ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളും ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളൊക്കെ അല്ലേ. ഒന്നുമില്ല, ആൽഗകളൊക്കെ അധികവും ഹാപ്ലോണ്ടിക് ആയിരിക്കും. എന്നാൽ ആക്ടോകാർപ്പസ് പോലുള്ള പൈനസിനെ പോലുള്ള ആൽഗകളൊക്കെ അത് ഡിപ്ലോണ്ടിക് ആയിരിക്കും അല്ലേ. പിന്നെന്താ പറയുക, ഒക്കെ അങ്ങനെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? സാധാരണ ആൻജിയോസ്പേം ഒക്കെ സീഡ് ബിയറിങ് അവരൊക്കെ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആയിരിക്കും. അതേപോലെ ജിംനോസ്പേമും ആൻജിയോസ്പേമും ഒക്കെ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നവരായിരിക്കും. ബാക്കി ടെറിഡോഫൈറ്റ് അതേപോലെ ബ്രയോഫൈറ്റ് ഒക്കെ രണ്ടും ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നവരായിരിക്കും. ഇതൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്. സ്പൈറോഗേറ തന്നിട്ടുണ്ട്, ആൽഗയാണ്. സോ ഇറ്റ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കും. എക്ടോകാർപ്പസ് ആൽഗയാണ്, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കും. പൈനസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പൈനസ് ആൽഗ എന്ന് പറഞ്ഞാൽ എന്തോ തെറ്റിപ്പോയത്, എനിക്ക് തോന്നുന്നു ഇതായി പോയതാണ്. പൈനസ് എന്താ? വാട്ട് ഈസ് പൈനസ്? ഫ്യൂക്കസ്. പൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജിംനോസ്പേമാണ് അല്ലേ. ആ കോണിഫറസ് കേട്ടിട്ടില്ലേ? സോ അത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നവരാണ്. ഫ്യൂക്കസ് ഈസ് അഗെയിൻ ആൻ ആൽഗെ വിത്ത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഓക്കെ അല്ലേ? അതൊരു എക്സെപ്ഷനായിട്ട് പഠിക്കുന്നൊരു സാധനമാണ്. പിന്നെ ക്ലാമിഡോമോണാസ് ആൽഗയാണ്, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്.
റെക്സിയ ഒരു ബ്രയോഫൈറ്റ് എന്നല്ലേ പഠിച്ചേ. സോ അത് എന്താ പറയുക, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നവരാണ്. ക്ലിയർ അല്ലേ? അതാണ് അതിൻ്റെ ഒരു ലോജിക്. എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ബോട്ടണി. അതുകൊണ്ട് നമുക്ക് സുവോളജി നോക്കാം. ബോട്ടണിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി ടേബിൾ ഓഫ് ആൽഗൽ ഡിവിഷൻ ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ബൈ ഫില്ലിംഗ് WXYZ. ഓക്കെ. അപ്പോൾ ഇത് NCERT-യിലുള്ള ഒരു ചാർട്ടാണല്ലോ. ക്ലോറോഫൈസിയെ പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B. ശരിയാണ്. വേറെ അഡീഷണൽ പിഗ്മെൻ്റ് ഒന്നുമില്ല. ഫ്യൂക്കോക്സാന്തിനും ഫ്യൂക്കോഎറിത്രിനും ഒക്കെ ഫിയോഫൈസിയലും റോഡോഫൈസിയലും ഒക്കെ അല്ലേ വരുന്നത്. ക്ലോറോഫൈസിയ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണല്ലോ. അപ്പോൾ ക്ലോറോഫിൽ Aയും Bയും ശരിയാണ്. സ്റ്റോറേജ് ഫുഡ് സ്റ്റാർച്ച് അല്ലേ, അറിയുന്ന കാര്യമല്ലേ. ക്ലോറോഫൈസിയയുടെ സ്റ്റോറേജ് ഫുഡ് സ്റ്റാർച്ചാണ്. അതാണ് ഒന്നാമത്തെ W. സോ സ്റ്റാർച്ച്. ഓക്കെ. ഫിയോഫൈസിയെ ക്ലോറോഫിൽ A ആൻഡ് C ശരിയാണ്. പിന്നെ വേറൊരാളുണ്ട്, വേറൊരാൾ X. ആരാ? ഫ്യൂക്കോക്സാന്തിൻ. എഴുതിയിട്ടുണ്ടാവും ഫ്യൂക്കോക്സാന്തിൻ. അവരുടെ സ്റ്റോറേജ് ഫുഡ് ലാമിനാരിനും മാനിറ്റോളുമാണ്. ശരിയാണ്. അടുത്ത ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പാണ് എഴുതേണ്ടത് അല്ലേ. ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ, റെഡ് ആൽഗെ അല്ലേ. റോഡോഫൈസിയ നമ്മൾ എഴുതുന്നു. പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ A, D തന്നു ആൻഡ് ഫൈക്കോ എറിത്രിൻ. ശരിയാണ്, അത് മൂന്നും തന്നിട്ടുണ്ട്. പിന്നെന്താ എഴുതേണ്ടത്? സ്റ്റോറേജ് ഫുഡ് സ്റ്റാർച്ച് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറഞ്ഞ ഒരു മോഡിഫൈഡ് ഫോം ഓഫ് സ്റ്റാർച്ച്. അതാണ് റോഡോഫൈസിയയുടെ സ്റ്റോറേജ് ഫുഡ്. അപ്പോൾ ഇതാണ്. അത് നിങ്ങൾ എഴുതിയില്ലേ? ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. NCERT ഒക്കെ വളരെ കൃത്യമായിട്ട് വായിക്കണം കേട്ടോ മക്കളെ. നിങ്ങൾ പലപ്പോഴും ഈ +1 വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ഗൈഡുകൾ വായിക്കും. ഇപ്പോൾ ഇൻഫർമേഷൻ വളരെ ഈസിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ നിങ്ങൾ നെറ്റിൽ, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഫുൾ ടൈം നെറ്റിലാവുമല്ലോ. അപ്പോൾ അതായത് ക്വസ്റ്റ്യൻസ് കാണാനും ആൻസർ തിരഞ്ഞ് കണ്ടുപിടിക്കാനൊക്കെ ഗൂഗിൾ വല്ലാതെ നമ്മളെ സഹായിക്കുന്നുണ്ട്. യെസ്, ഐ അഡ്മിറ്റ് ദി ഫാക്ട് ദാറ്റ് ഗൂഗിൾ ഈസ് എ യൂണിവേഴ്സൽ ലൈബ്രറി. അതിൽ ഒരു സംശയമില്ല. ഞങ്ങളൊക്കെ സംശയമൊക്കെ തീർക്കുക ഗൂഗിൾ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ അവിടെ വി ഷുഡ് നീഡ് എ ഡിസ്ക്രിമിനേഷൻ പവർ. നമുക്കവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് ചെയ്യാൻ കഴിയണം. റൈറ്റും റോങ്ങും തിരിച്ചറിയാനുള്ള കഴിവ് വേണം. യൂണിവേഴ്സൽ ലൈബ്രറി ആയതുകൊണ്ട് തന്നെ തെറ്റായ കാര്യങ്ങളും അതിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്നത് വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ്. വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് എല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് ഇത് ശരിയല്ലേ സാറേ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അത് വളരെ നല്ല രീതിയിൽ, അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ടീച്ചേഴ്സുമായിട്ടൊരു കോൺടാക്റ്റ് എപ്പോഴും നിലനിർത്തണം. അത് ഫിനിക്സിലായാലും ശരി, സ്കൂളിലായാലും ശരി. ഓക്കെ. അപ്പോൾ നമ്മളൊക്കെ അതിന് എല്ലാ സമയവും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. നിങ്ങളെ ഡയറക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി. നമ്മുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തരും. ഒരു കുഴപ്പമില്ലാതെ തരും. അപ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക. ബോട്ടണി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്ത് സംഗതി പഠിക്കുകയാണെങ്കിലും കൺസെപ്റ്റ് വിട്ടൊരു കളിയും കളിക്കരുത്. അവനാൻ്റെ അറിയുന്ന ഭാഷയിൽ, മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഏത് ഭാഷയാണോ നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടുക ആ കൺസെപ്റ്റ് തലയെ കയറ്റി വെക്കുക. ബാക്കിയൊക്കെ പിന്നെ ബാക്കി എന്താ പറയുക, ടെർമിനോളജിയൊക്കെ പിന്നീട് ഓർമ്മ വന്നോളും. ഓക്കെ. എന്നാൽ ഇതാണ് +1 ഇപ്രാവശ്യത്തെ മെഗാ ടെസ്റ്റിലെ ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ്. നമുക്കിനി സോളജിയും കൂടിയും പറയാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ നമ്മൾ ബോട്ടണി ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ബോട്ടണി സോളജി എന്നുള്ള ഡിവിഷനേ ടെക്സ്റ്റ് ബുക്കിലില്ല അല്ലേ. നിങ്ങൾ കണ്ടാൽ ഒന്നാമത്തെ ചാപ്റ്റർ ലിവിങ് വേൾഡ്, രണ്ടാമത്തെ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തെ ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം, നാലാമത്തെ ചാപ്റ്റർ അനിമൽ കിങ്ഡം, അങ്ങനെ സോളജി ബോട്ടണി ഇൻ്റർ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് പോണേ. ശരിക്കും സോളജി ബോട്ടണി എന്നുള്ളൊരു ഡിവിഷൻ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ, ഈ കേരളത്തിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ അത്തരം കോഴ്സുകൾ കുറച്ച് കൊണ്ടുവരും. ഇപ്പോൾ ലൈഫ് സയൻസ് ആണ്. നമ്മൾ ആ രീതിയിലൊരു ബ്രോഡായിട്ടുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്റ്റിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ബയോളജി പഠിക്കുന്ന ഒരാൾ ബോട്ടണി സോളജി മാത്രമാണ് ബയോളജി എങ്കിൽ ഈ ആൽഗകളെ ഈ മൈക്രോ ബയോളജി ആരാ പഠിക്കുക? അത് ബയോളജിയിൽ പെടൂലേ? മൈക്രോബ്സ്, ബാക്ടീരിയകളെക്കുറിച്ചും ഫംഗസുകളെക്കുറിച്ചൊക്കെ ആരാ വരിക പഠിക്കുക? വൈറസുകളെക്കുറിച്ച് ആരാ പഠിക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനൊന്നും ശരിക്കും ഇല്ല ഇന്ന് ലോകത്ത്. അപ്പോൾ നിങ്ങളിനി അതൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. കെമിസ്ട്രി പഠിക്കാനുണ്ട് നമുക്ക് ബയോളജിയിൽ. ബയോ കെമിസ്ട്രി, ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാണ്ട് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇൻ്റർ കണക്റ്റഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബയോളജി ഇല്ലാതെ കെമിസ്ട്രിക്കോ, കെമിസ്ട്രി ഇല്ലാതെ ബയോളജിക്കോ, ഇതൊന്നും ഇല്ലാതെ ഫിസിക്സിനോ ഒക്കെ ഇൻ്റർ റിലേറ്റഡ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്റ്റിലാണ് നമ്മളെ പഠനം മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സോളജി ബോട്ടണി എന്നുള്ള ഡിവിഷനൊന്നും ശരിക്കും ഇല്ല. ഇറ്റ് ഈസ് ബയോളജി. പക്ഷേ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇപ്പോഴും നിങ്ങൾ ആദ്യം ബോട്ടണി പരീക്ഷ എഴുതി അതിൻ്റെ പേപ്പറൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് സോളജി പരീക്ഷയൊക്കെ എഴുതുക. അതൊരു സിസ്റ്റം അങ്ങനെ പണ്ടേ ഫോളോ ചെയ്ത് വെച്ചതാണ്. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറും. എന്നാൽ സോളജിയിലേക്ക് നോക്കാം.
ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ഫ്രം 1 to 5, 1 മുതൽ 5 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും എഴുതുക എന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് മൊത്തം? 11 ക്വസ്റ്റ്യൻ. അപ്പോൾ ശരി, ഇത് ഫസ്റ്റ് പാർട്ട് നോക്കാം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ഫ്രം 1 to 5 ഈച്ച് ക്യാരി 1 മാർക്ക്. ഓക്കെ, ശരി, നോക്കട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ലിവിങ് വേൾഡ് എന്നാണെന്ന് തോന്നുന്നു. റീഅറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദി കറക്റ്റ് ടാക്സോണമിക്കൽ ഹയറാർക്കി സീക്വൻസ്. കോർഡേറ്റ, പ്രൈമേറ്റ, മമേലിയ, ഹോമോ, ഹോമിനിഡ്, സാപ്പിയൻസ്. യെസ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബൈ ലിനേസ്, അല്ലേ? ലിനേസിൻ്റെ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാണ് ചോദിക്കുന്നത്. മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കറിയാം, മനുഷ്യൻ കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയെ, അല്ലേ? ഓർഡർ പ്രൈമേറ്റ, ഫാമിലി ഹൊമിനിഡെ, ഇല്ലേ? ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. ആ ഒരു ഓർഡറിലാണ് മനുഷ്യൻ്റെ ഇത് പോണത്. എന്താണ് ഈ ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ നിങ്ങൾ മനസ്സിലാക്കി? എന്താണ് ഈ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്? അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ? അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കൺസെപ്റ്റ് വിട്ടുള്ള ഒരു കളിയും വേണ്ട. കുറേ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഫാമിലി, ജീനസ് എന്നൊക്കെ കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമല്ല കേട്ടോ. ഇപ്പം തന്നെ പറഞ്ഞേരെ, ഒരു കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാനില്ല. കൺസെപ്റ്റ് അറിയണം. എന്താണ്? ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന്, അതൊരു അഡ്രസ്സാണ്. ലിനേസ് എന്ന് പറയുന്ന, കാൾ ലിനേസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനിൽപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസ്. ലോകത്തുള്ള ഏതൊരു ജീവിക്കും ലിനേസ് ഒരു അഡ്രസ്സ് കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ ചന്ദ്രനിൽ ഇരുന്നു കൊണ്ടൊരു വ്യക്തി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും കൂടി ഒരു കത്തെഴുതിയെന്ന് വിചാരിക്കും. എല്ലാ മനുഷ്യന്മാർക്കും കൂടി ഒരു കത്തെഴുതി. എന്താണ് അഡ്രസ്സ്? ഇപ്പം എനിക്ക് കത്തെഴുതുകയാണെങ്കിൽ എന്താ പറയുക, ചന്ദ്രനിൽ നിന്ന് ഒരാൾ കത്തെഴുതുകയാണെങ്കിൽ ഭൂമിയിലെ ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിലെ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിലെ, അല്ലേ? പിന്നെന്താ പറയുക, കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ, മലപ്പുറം എന്ന് പറഞ്ഞ ജില്ലയിലെ, വണ്ടൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തിലെ 17-ാം നമ്പർ വാർഡിലെ, എൻ്റെ വാർഡ് വണ്ടൂർ 17-ാം വാർഡാണ്, കരുനാഗപ്പള്ളി ഭാഗത്താണ്. സോ 17-ാം നമ്പർ വാർഡിലെ എത്ര വീട് നമ്പർ? 536 തോന്നുന്നുണ്ട്. എന്താ പറയുക, വീട് നമ്പറിലെ റേഷൻ കാർഡിന് എടുത്താൽ അറിയാം എൻ്റെ നമ്പർ എത്രയാണ്, എത്രാമത്തെ ആൾ. അതാണ് എൻ്റെ അഡ്രസ്സ്. പക്ഷെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരു അഡ്രസ്സ് ലിനേസ് കൊടുത്തു. ഇന്ന കിങ്ഡം അനിമേലിയയിൽ ഒരുപാട് ഫൈലം ഉണ്ട്. അതിലൊരു ഫൈലം കോർഡേറ്റ, അതിലൊരുപാട് എന്താ പറയുക ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് മമേലിയ. ആ മമേലിയയിൽ ഒരുപാട് ഓർഡർ ഉണ്ട്. എന്താ പറയുക, ആ ഓർഡർ ഹൊമിനിഡെ, പ്രൈമേറ്റ. ആ ഓർഡർ പ്രൈമേറ്റയിൽ ഒരുപാട് ഫാമിലി ഉണ്ട്, ഹൊമിനിഡെ. ആ ഫാമിലിയിൽ ഒരുപാട് ജീനസുകളുണ്ട്, ഹോമോ. ആ ജീനസിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരൊറ്റ സ്പീഷീസേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഹോമോ എന്ന് പറഞ്ഞ ജീനസിലെ ഇന്ന് ഹോമോ ഇറക്റ്റസ്, ഹോമോ ഹബിലിസ്, ഹോമോ നിയാണ്ടർത്താലൻസിസ്, അല്ലേ? നിയാണ്ടർത്താൽ മനുഷ്യന്മാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹോമോ നിയാണ്ടർത്താലൻസിസ്, ഹോമോ ക്രൊമാഗ്നൻസിസ്. ചിരി വരുന്നുണ്ടാവും ചിലവർക്ക്. ഇത്തരത്തിലൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ, സാവധാനം പഠിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹോമോ ജീനസിലുള്ള സ്പീഷീസുകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അവരൊക്കെ നശിച്ചുപോയി. ഇപ്പോൾ സാപ്പിയൻസ് എന്ന് പറഞ്ഞ സ്പീഷീസ് മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ അഡ്രസ്സ്. സോ ഇതാണ് ഈ ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മാംഗോ കിങ്ഡം പ്ലാന്റയിലെ ഫൈലം ആൻജിയോസ്പേമിലെ, അല്ലേ? ഡിവിഷൻ ആൻജിയോസ്പേമിലെ അങ്ങനെ പോയി മാഞ്ചിഫറ എന്ന് പറഞ്ഞ ജീനസിലെ ഇൻഡിക്ക എന്ന് പറഞ്ഞ സ്പീഷീസ്. അതാണ് മാങ്ങയല്ല, മാവിൻ്റെ സയൻറ്റിഫിക് നെയിം. മാങ്ങയുടെ സയൻറ്റിഫിക് നെയിം ചിലവർ അങ്ങനെ പറയാറുണ്ട്. തേങ്ങയുടെ സയൻറ്റിഫിക് നെയിം ഒറൈസ, അല്ല എന്താ പറയുക, കൊക്കോസ് ന്യൂസിഫറ. നെല്ലിൻ്റെ സയൻറ്റിഫിക് നെയിം ഒറൈസ സറ്റീവ്. അങ്ങനെയല്ല, ആ ഓർഗാനിസത്തിനാണ് സയൻറ്റിഫിക് നെയിം. ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. എൻ്റെ തലക്ക് സയൻറ്റിഫിക് നെയിം ഉണ്ടോ? അതേപോലെയല്ലേ മാങ്ങ എന്ന് പറഞ്ഞാൽ മാവ് എന്ന് പറഞ്ഞ ചെടിയുടെ ഒരു ഭാഗമാണ്. സോ മാവിനാണ് സയൻറ്റിഫിക് നെയിം. ഓക്കെ, മാങ്ങക്കല്ല. സോ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മാവാണ്, ജീവിയാണ്. ഓക്കെ, സോ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കണം. അത് പിന്നെ മറക്കൂല. കൺസെപ്റ്റിൻ്റെ റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം കോർഡേറ്റ വരും, പിന്നെ മെമേലിയ വരും, ക്ലാസ്, പിന്നെ ഓർഡർ പ്രൈമേറ്റ് ഉണ്ട്, പിന്നെ ഫാമിലി ഹൊമിനിഡ വരുന്നുണ്ട്, പിന്നെ ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. ആ ഓർഡറിലാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് അറിയണം കേട്ടോ. അങ്ങനെ പഠിക്കണേ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എപ്പോഴും നിങ്ങളോട് പറയണം. പിന്നീട് നമുക്കിത് പഠനത്തിൻ്റെ ശൈലി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റാനേ.
നന്നായി കൺസെപ്റ്റ് അറിയാം കേട്ടോ. അപ്പോൾ ഒരു വളരെ ബോൾഡായിട്ട് പഠിക്കാൻ പറ്റും നമുക്ക്. ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഒക്കെ നന്നായിട്ട് പഠനം ഒരു ഭാര്യയാവില്ല. ഓക്കെ. 2, എ സ്റ്റുഡൻറ്റ് കൺസീവ്ഡ് ദി റൂൾ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആസ് ഫോളോസ്. വീണ്ടും ലിനേസിൻ്റെ കോൺട്രിബ്യൂഷനാണ് വരുന്നത്. ഹെറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത് പറയുന്നു എന്താണ് നോമൻക്ലേച്ചർ. ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇഫ് യു ഫൈൻഡ് എനി മിസ്റ്റേക്ക് ഇൻ ദി അണ്ടർലൈൻ പോർഷൻ കറക്റ്റ് ദം വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഒരു സ്റ്റുഡൻറ്റ് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, തെറ്റാണെങ്കിൽ തിരുത്തുക. 1, ദ ഫസ്റ്റ് വേർഡ് ഇൻ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ് സ്പീഷീസ് ആൻഡ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ജീനസ് നെയിം ഫസ്റ്റ്, ജനറിക് ഫസ്റ്റ് ആൻഡ് സ്പെസിഫിക് ലാസ്റ്റ്, അങ്ങനെയല്ലേ? സോ ജീനസ് നെയിം ആവണം ആദ്യം, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ് ജീനസ് ആൻഡ് ബിഗിൻ വിത്ത് സ്മോൾ ലെറ്റർ. സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ് സ്പീഷീസ് ആൻഡ് ബിഗിൻ വിത്ത് സ്മോൾ ലെറ്റർ. ഓക്കെ, എന്താണ് മാറ്റം മനസ്സിലായല്ലോ? 3, രാഹുൽ. രാഹുൽ എന്താ ചെയ്തേ? രാഹുൽ അങ്ങനെ കുറേ പേര് കേൾക്കൂട്ടാ. രാഹുൽ കളക്റ്റഡ് എ സ്കൾ, ഒരു തലയോട്ടി അല്ലേ, എടുത്തു, കളക്ട് ചെയ്തു. ഓഫ് ആൻ ആനിമൽ, ഏതോ ഒരു ജീവിയുടെ. ആൻഡ് എ ലിവിങ് റയർ ആനിമൽ ഡ്യൂറിങ് എ സ്റ്റഡി ടൂർ. 2 കാര്യം എടുത്തു. ഒരു ടൂർ പോയപ്പോൾ ഒരു തലയോട്ടി കിട്ടി, ഏതോ ഒരു ആനിമലിൻ്റെ. പിന്നെ ജീവനുള്ളൊരു ജന്തുവിനെയും കിട്ടി. ഓക്കെ. സെലക്ട് ദി സ്യൂട്ടബിൾ ഫോർ ഈച്ച് ഫ്രം ദി ലിസ്റ്റ് ഗിവൺ ഇൻ ദി ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിൽ ഓലൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലം. ഇപ്പോൾ ജീവനുള്ള ജന്തുവിനെ വെക്കുക സുവോളജിക്കൽ പാർക്കിലാണ്. ടാക്സോണമിക്കൽ എയ്ഡ്സിനെ കുറിച്ചാണ് ചർച്ച അല്ലേ. ജീവനുള്ളതിനെ വെക്കുന്നത് സുവോളജിക്കൽ പാർക്കുണ്ട്, സൂ ഉണ്ട്, അതിൽ വെക്കാം. തലയോട്ടി അവിടെ കൊണ്ടേ വെക്കുക. ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെക്കാൻ പറ്റുമോ? ഇല്ല, അത് പ്ലാന്റ്സ് ആട്ടും അവിടുന്ന് അല്ലേ. തലയോട്ടി കൊണ്ട് ചെന്നാൽ മ്യൂസിയം ഉണ്ട്, മ്യൂസിയത്തിൽ കൊണ്ടേ വെച്ചോളി. ക്ലിയർ അല്ലേ? ശരി. 4ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കട്ടെ ഞാൻ. ഓക്കെ, 4th ക്വസ്റ്റ്യൻ. കോൾ കരോലസ് ലിനേയസ് ഇസ് നോൺ ആസ് ഫാദർ ഓഫ് ടാക്സോണമി. ഇതുവരെ വായിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യനും ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ ലിനേയസിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. സ്റ്റേറ്റ് എനി 2 കോൺട്രിബ്യൂഷൻ ഓഫ് ലിനേയസ്. സെയിം ക്വസ്റ്റ്യൻ. ഒന്നെന്താ? ബൈനോമിയൽ നോമൻക്ലേച്ചർ was a contribution of Linnaeus and hierarchical system of classification. കിങ്ഡം, ഫൈലം, ക്ലാസ്, ആ അഡ്രസ്സ് കൊടുത്തതും ലിനേയസ് ആണ്. 5, again key taxonomical aid ആണ്. one of the taxonomical aid. The keys are based on the contrasting characters generally in a pair called couplet. അതാ സ്റ്റേറ്റ്മെൻറ്റ് NCERT നിങ്ങൾ പഠിച്ചതാ അല്ലേ. കോൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പോകുന്നുണ്ടോ പോകുന്നില്ലേ, അങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട്. നട്ടലുണ്ടോ നട്ടലില്ലേ, ഉണ്ട് ഇല്ല, കോൺട്രാസ്റ്റിംഗ് പെയർ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കപ്ലറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ കീഴിലുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേര് ലീഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസർ കപ്ലറ്റ് വരും ആദ്യത്തെ, രണ്ടാമത്തത് ലീഡ് സ്റ്റേറ്റ്മെൻറ്റ് വരും. ഇതൊക്കെ സാറ് പഠിപ്പിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പഠിച്ചതുമാണ് നിങ്ങൾ. ഓക്കെ അല്ലേ? ശരി. സോ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യണം എന്നല്ലേ പറഞ്ഞിരുന്നേ? നോക്കട്ടെ. എല്ലാം ആൻസർ ചെയ്യണം. എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ടാവണം. 5 മാർക്കും കിട്ടിയിട്ടുണ്ടാവും. അടുത്ത നോക്കുക നമുക്ക്. ആൻസർ എനി 3 ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 6 to 11. 1, 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 3 എഴുതാം. സിമ്പിൾ. ഓക്കെ. 3 ക്വസ്റ്റ്യൻ വായിക്കട്ടെ ഞാൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതമാണ്. ഒബ്സർവ് ദി ഡയഗ്രാം. ഇത് സ്റ്റൊമക്കിൻ്റെ ഡയഗ്രാം ആണല്ലോ, കണ്ടാൽ തന്നെ അറിയാലോ. ലാബൽ പാർട്ട് എ ആൻഡ് പാർട്ട് ബി. എന്താണ് പാർട്ട് എ? അത് കാർഡിയാക് റീജിയൻ ആൾറെഡി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മുകളിലത്തത് ഫണ്ടസ് ആയിരിക്കും, താഴെ പൈലോറിക് ആയിരിക്കും അല്ലേ. സോ എ ഫണ്ടസ് റീജിയൻ, ബി പൈലോറിക് റീജിയൻ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എഴുതും. ബി, even though HCl is sorted in the stomach, it will not generally damage the stomach. Why? ഓഫ് കോഴ്സ് നമ്മൾ പഠിക്കുന്നൊരു കാര്യം മ്യൂക്കസ് അല്ലേ. മ്യൂക്കസ് നെക്ക് സെൽ എന്ന് പറഞ്ഞ സെല്ലുണ്ട്. അതിൻ്റെ എന്താ പറയുക, ഇന്നർ വാളിൽ പെറൈറ്റൽ സെല്ല് അല്ലേ. അതേപോലെ ചീഫ് സെൽ, അങ്ങനെ കുറേ 3 സെല്ലുകളെ കുറിച്ച് പഠിച്ചിട്ടില്ലേ. പെറൈറ്റൽ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന HCl ആയാലും എന്താ പറയുക, ചീഫ് സെല്ല് പെപ്സിൻ സെക്രീറ്റ് ചെയ്യും. മ്യൂക്കസ് നെക്ക് സെല്ല് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. അപ്പം മ്യൂക്കസ് ഉള്ളത് കൊണ്ടാണ് ഈ ചുറ്റും ഉള്ള മ്യൂക്കസ് പറഞ്ഞാൽ ശ്ലേഷ്മം എന്ന് മലയാളത്തിൽ വിളിക്കും, ആ കൊഴുകൊഴുത്ത ദ്രാവകം. ആ മ്യൂക്കസ് ഉള്ളത് കൊണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉള്ളതൊന്നും വലിയ പ്രശ്നം പറ്റൂല. ചില ആളുകളുടെ ഈ മ്യൂക്കസ് ഒക്കെ നഷ്ടപ്പെട്ടു പോവുക, അതിനാണ് അസിഡിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ആസിഡ് കുറേ പ്രൊഡ്യൂസ് ചെയ്യും മ്യൂക്കസ് നെക്ക് സെൽ. അപ്പോൾ ആസിഡ് വയറിരിച്ചിൽ, നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. വയറ് കത്തിക്കാളുന്നുണ്ട് അറിയില്ല ചിലവർ. ഒരു പൊറുതിയേട് വയറ്റിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട്. അതിതാ. ഓക്കെ. ഗ്യാസ് അല്ലേ.
ഓക്കെ, അതാണ് കേട്ടോ. സോ മ്യൂക്കസ് സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് ഉള്ളത് കൊണ്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആ സ്റ്റൊമക്കിൻ്റെ വോള് വല്ലാതെ പ്രശ്നമാക്കാത്തത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഗിവൺ ഡയഗ്രാം ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒക്കെ ഡൈജഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. 2 മാർക്കിന് ലിവിങ് വേൾഡിൽ നിന്ന് ക്വസ്റ്റ്യനേ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഡൈജഷൻ പഠിച്ചവർക്ക് വളരെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെയും ഡയഗ്രാമാണ് ഇതാ, ഒരു നമ്മുടെ ഡക്റ്റ് സിസ്റ്റം ആണല്ലോ അല്ലേ. ഗാൾ ബ്ലാഡറിലെ സിസ്റ്റിക് ഡക്റ്റ്, ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ഉണ്ട്, പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ഉണ്ട്. ഏതാണ് അടയാളപ്പെടുത്തേണ്ടത്? ഏതാ? കോമൺ ബൈൽ ഡക്റ്റ് അല്ലേ. കോമൺ ബൈൽ ഡക്റ്റ് എഴുതിയിട്ടില്ല എല്ലാവരും. ഐഡന്റിഫൈ ദി ഡക്റ്റ് ലാബിൾഡ് ആൻഡ് ദി സെക്രീഷൻ ഇറ്റ് പോൾസ് ഇൻ ടു ദി ഡുവോഡിനം ബൈൽ. കോമൺ ബൈൽ ഡക്റ്റ് ബൈൽ അല്ലാതെ പിന്നെ എന്താ സെക്രീറ്റ് ചെയ്യുക? അടുത്ത മെൻഷൻ 2 ഫംഗ്ഷൻ സെക്രീഷൻ ഇൻ ദി ഡൈജഷൻ. ഈ സെക്രീറ്റ് ചെയ്ത ബൈലിൻ്റെ 2 ഫംഗ്ഷൻ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു എന്താ പറയുക പ്രശ്നമുണ്ട്. മെൻഷൻ 2 ഫംഗ്ഷൻ സെക്രീഷൻ ഇൻ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഏത് ഗ്ലാൻഡിൻ്റെ സെക്രീഷനും നമുക്ക് അതിൽ എഴുതാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഐഡൻറ്റിഫൈ ദി ഒബ്സർവ് ദി ഗിവൺ ഡയഗ്രാം ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്താ പറയുക പാങ്ക്രിയാസിൻ്റെ സെക്രീഷനും പറയാം. കാരണം പാങ്ക്രിയാസിൻ്റെ ഗ്ലാൻഡും അത് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ സെക്രീഷനൊക്കെ ബൈല് മാത്രം ആവണമെന്നില്ല. ബൈലിൻ്റെ 2 ഫംഗ്ഷൻ പറയാനാണല്ലോ എളുപ്പം. ബൈലെന്താ? എമൾസിഫിക്കേഷൻ അല്ലേ, ഫാറ്റിൻ്റെ ഡൈജഷനെ സഹായിക്കുന്ന ബൈലിൻ്റെ ഒരു പണി. വേറൊരു ബൈലിൻ്റെ പണി എന്താ? ബാക്കിയുള്ള എൻസൈമുകളുടെയൊക്കെ ഡൈജഷൻ എൻസൈമിൻ്റെയൊക്കെ ആക്ടിവേഷനും ആരാ ചെയ്യുക? ബൈലാ ചെയ്യുക. അത് എഴുതിയിട്ടുണ്ടാവും. അതന്നെയാണ് എളുപ്പവും അല്ലേ. ഓക്കെ, അപ്പോൾ 6ഉം 7ഉം ഓക്കെ അല്ലേ. 8, ഔട്ട് ഓഫ് ദി ഫോളോയിങ് ലിസ്റ്റ്. എന്തിൻ്റെ ലിസ്റ്റാണിത്? കുറച്ച് എൻസൈമുകളാണല്ലോ. പിക്ക് ഔട്ട് ദി എൻസൈംസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. കാർബോഹൈഡ്രേറ്റ് ഡൈജഷനിൽ പങ്കെടുക്കുന്ന എൻസൈമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാൾട്ടേസ് ഓഫ് കോഴ്സ് ഡൈജഷനിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷനിൽ പങ്കെടുക്കുന്ന എൻസൈമാണ്. ലാക്ടോസിൻ്റെ ഡൈജഷന് വേണം. സുക്രോസിൻ്റെ ഡൈജഷന് വേണം. സലൈവറി അമൈലേസ് ഇല്ലാതെ സ്റ്റാർച്ച് ഡൈജസ്റ്റഡ് ആവില്ല. ഡെക്സ്ട്രിൻസ് ഈസ് നോട്ട് ആൻ എൻസൈം അല്ലേ. ഐസോമാൾട്ടോസ് ഓൾസോ ഈസ് നോട്ട് ആൻ എൻസൈം. ലിപ്പേസ് ഈസ് ആൻ എൻസൈം ബട്ട് നോട്ട് ഇൻ ദി ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ലിപ്പേസ് ലിപ്പിഡിൻ്റെ ഡൈജഷൻ അല്ലേ. പെപ്റ്റൈഡ്സ് ആർ നോട്ട് എൻസൈം അല്ലേ. പ്രോട്ടീനുകളുടെ ഭാഗങ്ങൾ, ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. സോ മാൾട്ടേസും ലാക്ടേസും സുക്രേസും സലൈവറി അമൈലേസിനെയും നമുക്ക് സെലക്ട് ചെയ്യാം. എന്തിന്? കാർബോഹൈഡ്രേറ്റിൻ്റെ. സിമ്പിൾ ക്വസ്റ്റ്യൻ 2 മാർക്കൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ അല്ലേ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. 2-3 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. സലൈവറി ഗ്ലാൻഡും കുറേ ഗ്ലാൻഡുകളാണ്, അവർ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈമുകളുമാണ്. നോക്കാം. ഇത് പ്രാവശ്യം നീറ്റിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഏകദേശം ഇതേപോലെ. സലൈവറി ഗ്ലാൻഡ്, ബൈല്, ട്രിപ്സിൻ, പെപ്സിൻ, ടാലിൻ. NCERT-യിൽ അതില്ല തോന്നുന്നു, എങ്കിലും അത് സാറ് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഓർക്കുന്നു. സലൈവറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് ടാലിൻ എന്ന് പറഞ്ഞൊരു എൻസൈമിനെയാണ്. വളരെ കുറച്ച് എമൗണ്ടേ ഉണ്ടാവുള്ളൂ. സലൈവറി അമൈലേസ് ആണ് സലൈവറി ഗ്ലാൻഡിൻ്റെ മെയിൻ ആൾ. അടുത്താണ് ഇവൻ്റെ മെയിൻ അറിഞ്ഞമാതിരി. ലിവർ, ബൈല്, പാങ്ക്രിയാസ്, ട്രിപ്സിൻ ആൻഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് അല്ലേ. എന്താ പറയുക, ചീഫ് സെൽ പഠിച്ചിട്ടില്ലേ? അതാരാ? പെപ്സിൻ. സോ അതങ്ങനെ ഒന്നുകൂടി പറഞ്ഞുതരാം. സലൈവറി ഗ്ലാൻഡ് ടാലിൻ, ലിവർ ബൈല്, പാങ്ക്രിയാസ് ട്രിപ്സിൻ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് പെപ്സിൻ. ഓക്കെ അല്ലേ? ശരി. 10ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ഡൈജഷനും എൻസൈമൊക്കെ ആയി ബന്ധപ്പെട്ട. എന്താ ഇതിൻ്റെ ഒരു അർത്ഥം എന്നറിയോ? പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗം വല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാറുണ്ട് എന്നുള്ളതാണ്. സാർ അതുകൊണ്ട് തന്നെ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ ആ ഭാഗത്ത് നിന്ന് ഇട്ടത്. ഓക്കെ, സോ ദ ഫോളോയിങ് റിയാക്ഷൻസ് ആർ കാറ്റലൈസ്ഡ് ബൈ ദി എൻസൈംസ് പ്രോഡക്റ്റ് ഫ്രം ദി ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. റീറൈറ്റ് ദി റിയാക്ഷൻ ആൻഡ് റൈറ്റ് ദി കറക്റ്റ് എൻസൈം എബവ് ദി ആരോ മാർക്ക്. ഓക്കെ, പ്രോട്ടീനും പെപ്റ്റോൺസും പ്രോട്ടിയേസും ഒക്കെ ഡൈപെപ്റ്റിഡൈസ് ആക്കി മാറ്റുന്ന എൻസൈമുകൾ ഏതൊക്കെയാ? ട്രിപ്സിൻ ഉണ്ട്, കൈമോട്രിപ്സിൻ ഉണ്ട്, കാർബോക്സി പെപ്റ്റിഡേസ് ഉണ്ട്, ആരും വരാം അല്ലേ. പോളിസാക്രൈഡുകളെ ഡൈസാക്രൈഡുകളാക്കി മാറ്റുന്നത് അമൈലേസ്, സലൈവറി അമൈലേസ്. പോളിസാക്രൈഡ് അറിയുന്ന സ്റ്റാർച്ച് അല്ലേ, അവിടെ അമൈലേസ് വരണം. ഫാറ്റിനെ ഡൈഗ്ലിസറൈഡ്, ഫാറ്റ്സുകളെ ഗ്ലിസറൈഡുകളും ഫാറ്റി ആസിഡുകളൊക്കെ ആക്കി മാറ്റുന്നത് ആരാ? ലിപ്പേസസ് തന്നെയാണ്. ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡുകളാക്കുന്നത് ന്യൂക്ലിയേസസ്. ടെക്സ്റ്റിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഭാഗം എടുത്തപ്പോൾ ഓരോ എൻസൈമുകളുടെയും റോൾ എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. എനിക്കറിയാം, പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ ഭാഗം തന്നെ അങ്ങ് എഴുതിയാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ആ ഗട്ടിൻ്റെ ട്രാൻസ്ഫേഴ്സ് സെക്ഷനാണ് കാണുന്നത്, അല്ലെങ്കിൽ എലിമെൻ്ററി കനാലിൻ്റെ ട്രാൻസ്ഫേഴ്സ് സെക്ഷനാണ് കാണുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? നെയിം ദി ഫിഗർ. ഈ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ഓഫ് ഗട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ഓഫ്
എലിമെൻ്ററി കനാൽ. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിൽ ഗട്ടാ തോന്നുന്നു. ഓക്കെ, പിന്നെ അടയാളപ്പെടുത്താനുണ്ട്. എ സീറോസ ആണെന്ന് നമുക്കറിയാം. പിന്നെ മസ്കുലാരിസ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ സബ് മ്യൂക്കോസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മ്യൂക്കോസ് ഉണ്ടാവും. പിന്നെ ല്യൂമൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഏതൊക്കെ അടയാളപ്പെടുത്തണ്ടേ? എ ഈസ് സിറോസ ആൻഡ് ബി ഈസ് സബ് മ്യൂക്കോസ. ശരിയാണ്. ഓക്കെ, സോ വളരെ എന്താ പറയുക, എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ആൻസർ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്രാവശ്യം മെഗാ ടെസ്റ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ മെഗാ ടെസ്റ്റ് പോലുള്ള പരീക്ഷകൾ ഇനിയും വരും, എഴുതുക. ഒബ്ജക്റ്റീവ് പരീക്ഷകൾ വരും, എഴുതുക. എവിടെയൊക്കെ നിങ്ങൾ സ്വയം ടെസ്റ്റ് ചെയ്യപ്പെടാൻ വിധേയമാകുന്നോ അത്രയും നമ്മൾ പോളിഷ്ഡായി മാറും. ഓക്കെ, വിദ്യ സ്പർദ്ധത വർദ്ധതേ ധ്യ. സംസ്കൃതമാണ്, നമ്മളെവിടെയോ കേട്ടതാ, പണ്ട് എവിടുന്നോ കേട്ടതാ. നമ്മളിങ്ങനെ ഒരക്കും തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സ്വയം എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ അറിവ്. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ നമുക്കിനി ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരും, അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു സമയം, ഈ ഒരു എന്താ പറയുക അഡ്വേഴ്സ് ടൈം, ഈ ഒരു ചലഞ്ചിങ് ടൈം, അതൊരു ചലഞ്ചായിട്ട് കാണുക. നന്നായിട്ട് പഠിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കാണാം. ഏതെങ്കിലും ചാപ്റ്ററുമായിട്ടും കാണാം. ഓക്കെ, ബൈ.